ബഹുമാന്യരായ ഭക്തജനങ്ങളെ, ക്ഷേത്രത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഈ മഹത്തായ വലിയ ചടങ്ങിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മൈക്കിലൂടെ ശ്രവിക്കുന്നവർ, എന്നെ കേൾക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ, കാട്ടിൽമേക്കതിൽ ശ്രീദേവി ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചുള്ള 5-ാം ദിവസത്തെ ഏറ്റവും മനോഹരമായ പകലിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. ഈ കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രവും ഇതിൻ്റെ പരിസരവും ഇതിൻ്റെ മണ്ണും ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ രൂപപ്പെടലുമൊക്കെ അന്യമായിട്ടുള്ള ഒരാളല്ല ഞാൻ തൊട്ടടുത്ത സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഈ കാട്ടിൽമേക്കതിൽ ശ്രീദേവി ക്ഷേത്രവും പിന്നീട് അതിനുണ്ടായ പരിണിതികളും അതിൻ്റെ പുരോഗതിയുമൊക്കെ വളരെ സന്തോഷപൂർവ്വം നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒത്തിരി പേരെക്കാൾ മാനസികമായും സ്നേഹപരമായും സാമീപ്യം കൊണ്ടും എനിക്ക് കൂടുതൽ അടുത്തതാണ് ഈ കാട്ടിൽമേക്കതിൽ ശ്രീദേവി ക്ഷേത്രമെന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളൊക്കെയും ദേവാലയങ്ങളൊക്കെയും അതിൻ്റെ നിർമ്മിതി കൊണ്ടോ അതിൻ്റെ വലിപ്പം കൊണ്ടോ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക കൊണ്ടോ അല്ല അറിയേണ്ടതും പ്രശസ്തമാകേണ്ടതും ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക്, ഒരു സമൂഹത്തിനൊക്കെ ആശ്വാസമാകേണ്ടതും. മറിച്ച് അവിടെ വിശ്വാസികളായി അഭയം പ്രാപിക്കുന്ന, അവിടെ എത്തിച്ചേരുന്ന, ഈ 12 ദിവസത്തോളം അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുന്ന, ഭജനയിരിക്കുന്ന, തൊഴാനെത്തുന്ന, പ്രാർത്ഥിക്കാനെത്തുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ചിന്താപരവും കർമ്മപരവുമായ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളുടെ, സംസ്കരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ഷേത്രവും അല്ലെങ്കിൽ ദേവാലയങ്ങളും വിലയിരുത്തപ്പെടേണ്ടത്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആളുകൾ വന്നു പോകുന്നു, കുറച്ചുപേർ ഭജനമിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഉപരി ആ ഭക്തനായി ഭക്തയായി എത്തുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ചിന്താപരമായ മാറ്റങ്ങൾ, കർമ്മപരമായ മാറ്റങ്ങൾ, അവരുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ, അവരുടെ കർമ്മ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ ദേവാലയവും ഓരോ സ്ഥലവും വിലയിരുത്തപ്പെടേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ ഭജനയിരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവിക സന്നിധിയിൽ ഒരു അഭയാർത്ഥിയാവുകയാണ് ചെയ്യുന്നത്. അഭയാർത്ഥിയായ മനുഷ്യൻ വീണ്ടും അഭയാർത്ഥിയാകുന്നു എന്നൊരു പ്രത്യേകത അതിനുണ്ട്. അഭയാർത്ഥിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും അഭയാർത്ഥികളാണ്. കുറഞ്ഞ സമയത്തേക്ക്, കുറച്ച് നേരത്തേക്ക്, കുറച്ച് നാളുകളിലേക്ക്, നമുക്ക് നിശ്ചയമില്ല അത് എത്ര നാളാണെന്ന്, നമുക്കറിയില്ല അത് എത്ര നാളുണ്ടെന്ന്. അങ്ങനെ അറിയാത്ത ഒരു ജീവിതത്തിലേക്ക് അഭയാർത്ഥികളായി വരുന്നവരാണ് നമ്മളിവിടെ. ഇവിടെ വളരെ സുഖസമൃദ്ധമായി നമ്മൾ ജീവിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ വഴക്കിട്ട് ജീവിച്ചാലും വിദ്വേഷത്തിൽ ജീവിച്ചാലും സ്നേഹത്തിൽ ജീവിച്ചാലും എല്ലാം കൃത്യമായി വിളി വരുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. അങ്ങനെ അഭയാർത്ഥികളായ ഈ ജീവിതത്തിൽ വീണ്ടും ഒരു അഭയാർത്ഥിയാവുകയാണ് നമ്മൾ ഈ ഭജനയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വന്ന് ക്ഷേത്രത്തിൽ കഴിഞ്ഞുകൂടുക, ദേവാലയങ്ങളിൽ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ. എനിക്ക് ഈ ഭജനയിരിക്കാൻ വരുന്ന ആളുകളോട് ഹൈന്ദവ പുരാണത്തിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ട ചില ചരിത്രങ്ങളുടെ, ചിലരുടെ കഥകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി? ആരാണ് ഭക്തൻ? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ
കുറേ ആളുകൾ ഭക്തിയുടെ ബാഹ്യ അടയാളങ്ങളുമായി ജീവിക്കുന്നു. പക്ഷേ ആ ഭക്തൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യരും അടുക്കാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അവൻ്റെ വീടിൻ്റെ അടുത്ത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വീട് വാടകയ്ക്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പോകുന്ന വഴിയിലൂടെ പോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത് ആഫ്രിക്കയിലൊക്കെ കാണുന്ന ചില പ്രത്യേകതരം പാമ്പുകൾ പോലെ അവൻ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ വിഷമേറ്റ് മരിച്ചു വീഴുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്തനെ പേടിയാവുന്നൊരു കാലം. ഈ ഭക്തൻ ഭക്തി എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഭജനയിരിക്കുന്നു. ഈ ഭജനയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എനിക്ക് കുറച്ച് കാശ് കിട്ടി, എൻ്റെ കടം തീർന്നു, എൻ്റെ മോളെ കെട്ടിച്ചു, എൻ്റെ മോൻ MBBS കിട്ടി, ഞാൻ എൻ്റെ വീടിൻ്റെ അയലത്തുള്ള വീടെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചു, അങ്ങനെ ആഗ്രഹത്തിലാണ് നമ്മളിവിടെ അഭയാർത്ഥികളായി എത്തുന്നതെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് രാവണൻ്റെയും ത്രിപുരാസുരൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഒക്കെ ചരിത്രത്തിലേക്കാണ്. രാവണനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്തനായിരുന്നു. രാവണൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ച് ഒരുപാട് വരങ്ങൾ നേടിയെടുത്തു. ഹിരണ്യാക്ഷനും അങ്ങനെയായിരുന്നു. ഹിരണ്യകശിപു ആവട്ടെ അതിനേക്കാൾ ഭയങ്കര തീവ്രമായ ഭക്തിയോടെ ഈ ബ്രഹ്മാവിനെ പൂജിച്ച് വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ആളാണ്. ത്രിപുരാസുരനും അങ്ങനെയാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടി, വലിയ കഴിവുകൾ കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ ആരെയും ഭക്തരാവണൻ, ഭക്ത ഹിരണ്യകശിപു, ഭക്ത ത്രിപുരാസുരൻ എന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒന്നും ചോദിക്കാനില്ലാതെ, ഒന്നും വാങ്ങിക്കാതെ, ആത്മനിർവൃതിയോടെ, സന്തോഷത്തോടെ, പൂർണ്ണ തൃപ്തിയോടെ, പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തെ വിളിച്ച ചിലരുണ്ട്. കുചേലൻ, പ്രഹ്ലാദൻ, ഹനുമാൻ. കുചേലൻ കൃഷ്ണഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ കൃഷ്ണഭഗവാനോട് തൻ്റെ കയ്യിലുള്ള അവലും മലരും ഒക്കെ കൊടുത്തിട്ട് ഭാര്യയെ ആഗ്രഹിച്ചു, എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ, കടം തീർക്കണേ, വലിയ വീട് വെക്കാനുള്ള ആഗ്രഹങ്ങൾ പറയണേന്നൊക്കെ പറഞ്ഞിട്ട് കുചേലനൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷേ അങ്ങനെ വാങ്ങിക്കാത്ത പലരെയും നമ്മൾ വിളിക്കുന്നത് ഭക്ത കുചേലൻ, ഭക്ത ഹനുമാൻ, ഭക്ത പ്രഹ്ലാദൻ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലോ ദേവാലയത്തിലോ ക്ഷേത്രത്തിലോ വന്നിട്ട് ഞാനിവിടെ താണ്ട് 50 രൂപയുടെ ഒരു വഴിപാട് നടത്തി, എനിക്ക് 50 ലക്ഷം രൂപയുടെ കടം തീർത്ത് തരണം, എൻ്റെ 3 മക്കളെയും MBBS ആക്കണം, തീർന്നില്ല, നാത്തൂൻ്റെ മക്കളെ ഒന്നും MBBS ആക്കുകയും ചെയ്യരുത്, തോപ്പിക്കുകയും വേണം. ഇപ്പോഴത്തെ മനുഷ്യരുടെ ഭക്തിയിൽ അങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. എൻ്റെ മക്കളാകുകയും വേണം, മറ്റവൻ്റെ മക്കളൊന്നും ആകാനും പാടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഈ ഭജനയിരിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും വീടുകളിൽ, എൻ്റെ ദൈവമേ അവർ പോയി 12 അല്ല ഒരു 25 ദിവസം അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്കൊരു മനസമാധാനം വീട്ടിൽ കിട്ടട്ടെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ വന്നിരിക്കുന്നത് ഭക്തയല്ല, ദുഷ്ടയാണ്. ഹിരണ്യകശിപു ആരായിരുന്നു? ഇതുപോലെ ദൈവത്തെ പൂജിച്ച് വലിയ അഹങ്കാരം, വലിയ അധികാരം നേടി, വലിയ സമ്പത്ത് നേടി, വലിയ കഴിവാർജിച്ചു. എന്നിട്ട് എന്താ ഹിരണ്യകശിപു ചെയ്തത്? നേടിയ വരവെന്താ? നേടിയ വരം, എന്നെ രാത്രിയിലും പകലിലും കൊല്ലരുത്, എന്നെ ആയുധം കൊണ്ടും കൈകൊണ്ടും കൊല്ലരുത്, എന്നെ മൃഗവും മനുഷ്യനും പക്ഷിയും കൊല്ലരുത്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കോ ഭയങ്കര അഹങ്കാരിയായി മാറി, ദേവലോകത്തെ വിറപ്പിച്ചു, ഭയങ്കര അധികാരം കാണിച്ചു. ഈ ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദനോ വളരെ നിഷ്കളങ്കനും പാവവും വളരെ നിശബ്ദനുമായ വിഷ്ണുഭക്തനാണ് ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ ഭയങ്കര ഞെളിഞ്ഞ് നിവർന്ന് ശരീരമാസകലം പലതും തൂത്ത് പ്രകടിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നതാണ് മഹാഭക്തൻ. നിശബ്ദനായും ശാന്തനായും ഒഴിഞ്ഞ് ഭൂമിക്ക് ഭാരമാകാതെ വളരെ നന്ദിയോടെ തൃപ്തിയോടെ നിശബ്ദനായി ജീവിക്കുന്ന ആളൊന്നും ഭക്തനല്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ചിന്ത. ഹിരണ്യകശിപു ചെയ്തതെന്താ? ആരും വിഷ്ണുനാമം ഇനി ജപിക്കണ്ട,
ഇനി എനിക്ക് നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്വന്തം മകൻ പ്രഹ്ലാദൻ നാമം ജപിക്കുന്നത് കേട്ട് കോപം വന്നിട്ട് ഹിരണ്യകശിപു അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ ആഞ്ഞടിച്ചിട്ട് നിന്റെ ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാന്ന് പറഞ്ഞിട്ട് ആഞ്ഞടിക്കുകയാണ്. ആ തൂണ് പിളർന്നാണ് വിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണു, സിംഹത്തിൻ്റെ തലയും മനുഷ്യന്റെ ശരീരവുമായി ജന്മമെടുത്ത് സന്ധ്യാനേരത്ത് എടുത്ത് മടിയിലിരുത്തി പുറത്തു കൊണ്ടുപോയി കൈകൊണ്ട് മാറിടം പിളർന്ന് കൊല്ലുന്നത്. വലിയ തപസ്സനുഷ്ഠിച്ച് വരം നേടിയവരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, തപസ്സനുഷ്ഠിക്കലും ഭജനയിരിക്കലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കലിനും പകരം ഭക്തകുചേലനെ പോലെ, ഭക്ത ഹനുമാനെ പോലെ, ഭക്ത പ്രഹ്ലാദനെ പോലെ ദൈവത്തിന് സമർപ്പിക്കാൻ, ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ, ദൈവത്തിനോടൊപ്പം ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാകണം ഈ പറയുന്ന മനുഷ്യന്റെ ജീവിതം. അതാണ് യഥാർത്ഥ ഭക്തൻ. ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ഒരിക്കൽ ചോദിച്ചു, കൃഷ്ണ ഭഗവാനെ, ആരാണ് യഥാർത്ഥ ഭക്തൻ? കൃഷ്ണ ഭഗവാൻ ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? അദ്വേഷ്ട സർവഭൂതാനാം. അദ്വേഷ്ട സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ ഒരു ചരാചരങ്ങളോടും അദ്വേഷ്ടം, ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാത്തവനാണ് ഭക്തൻ. നമ്മളിൽ എത്ര പേരാണ് ഭക്തര്? നമുക്ക് നേരം വെളുത്താൽ കാണുന്നത് മുഴുവൻ ഇഷ്ടമില്ലാത്തവരെയാണ്. മരുമോളെ ഇഷ്ടമല്ല, നാത്തൂനെ ഇഷ്ടമല്ല, അയലത്തുകാരനെ ഇഷ്ടമല്ല, അപ്പച്ചിയുടെ മോനെ ഇഷ്ടമല്ല, പുറത്തോട്ടിറങ്ങുമ്പോൾ ആരെയും ഇഷ്ടമല്ല. എന്നാൽ നിനക്ക് നിന്നെ ഇഷ്ടമാണോ? നിന്നെ ഇഷ്ടമല്ല. കുറെ ആളുകളുണ്ട് ഭക്തിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ നടന്ന് വിദ്വേഷം പറയുന്നവർ, വെറുപ്പ് പറയുന്നവർ. അവരൊക്കെ സ്വയം വെറുക്കുന്നവരാണ്. അവരൊന്നും യഥാർത്ഥ ഭക്തരല്ല. അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളോടും ഇഷ്ടം പ്രകടിപ്പിക്കുന്നവൻ, ഒരിഷ്ടക്കേടും കാണിക്കാത്തവൻ. മനുഷ്യരായ നാമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മളെപ്പോലെ ജനിച്ചതാണ് ഈ കാണുന്ന മനുഷ്യരൊക്കെയും. വ്യത്യസ്ത ജാതിയിലും മതത്തിലും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ ജനിച്ചവരാണ്. ഭഗവാൻ കൃഷ്ണൻ കുചേലനെ കണ്ടപ്പോ, കുചേലൻ കോടീശ്വരനായതുകൊണ്ട് കോടീശ്വരനെ സ്നേഹിക്കുന്നത് പോലെ കുചേലനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് ശങ്കിച്ചില്ല. നമ്മളൊക്കെ എങ്ങനാ? മാർഗമുള്ള ഒരു അമ്മാവൻ വീട്ടിൽ വരുമ്പോ അങ്ങ് അഴിഞ്ഞിട്ടൊരുങ്ങും നമ്മൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ എന്തോ കൊടുക്കണം, മട്ടൻ കൊടുക്കണോ, മറ്റേത് കൊടുക്കണോ, കടലിൽ ചാടണോ. എന്നാൽ ആ അമ്മയും അച്ഛനും ജനിച്ച വേറൊരു മാർഗമില്ലാത്ത അമ്മാവൻ വന്നാൽ വാസുദേവൻ എന്തെങ്കിലും അങ്ങ് തിന്നേച്ച് പോയിക്കോളൂ. മാർഗമുള്ളവർക്ക് നമ്മൾ സാറിന് പറയല്ലേ, ഈ വെള്ളശീലയ്ക്ക് തടുക്കിടുക എന്ന്, വെള്ളമുണ്ടിന് തടുക്കിടുന്നവരാ നമ്മളൊക്കെ. നമ്മൾ ഭക്തി പ്രകടിപ്പിക്കുന്നത് ആളുകളുടെ വലിപ്പം നോക്കിയാണ്. മാർഗമുള്ള ബോംബെ എന്നൊരു ചിറ്റപ്പൻ വരുന്നു. ആ ചിറ്റപ്പൻ ആദ്യമായിട്ട് വരിക, ഇതുവരെ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. ചിറ്റപ്പൻ കല്യാണത്തിന് വന്നു. ചിറ്റപ്പനെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും നിശ്ചയത്തിന്. നമ്മൾ ഈ നിശ്ചയത്തിന് അങ്ങനെയാണല്ലോ, കുറച്ച് മാർഗവും കുടവേറും ഒക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് മുമ്പിൽ ഇരുത്തിയിട്ട് പറയും, ഇതാരാ? ഇത് എൻ്റെ അമ്മയെ കെട്ടിയോ, എൻ്റെ അനിയത്തിയുടെ അമ്മയെ കെട്ടിയോ, പൂനെയില. ഇത് എൻ്റെ ചിറ്റപ്പൻ്റെ മാമൻ്റെ അനിയൻ്റെ മറ്റോൻ്റെ, പുള്ളിക്ക് അവിടെ ബീഹാറിലാണ്, മെനഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. അവിടെ ഒരു മാർഗമില്ലാത്ത ചിറ്റപ്പൻ അപ്പുറത്ത് കിടന്ന് പാചകപ്പരയെ കിടന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. അവനെ പരിചയപ്പെടുത്തത്തില്ല. പുള്ളി അപ്പോഴത്തേക്ക് ഒരു ഗമയിൽ ഇങ്ങനെ കൊടയറും ഒക്കെ വീർപ്പിച്ചിരിക്കും, എന്നെ വേണേ നീ പരിചയപ്പെടുത്തി മുതലാക്കിക്കോ എന്നുള്ള രീതിയിൽ. ഏതാ? ബോംബെയിലെ ചിറ്റപ്പൻ. എന്നിട്ട് പൊയ്ക്കഴിയുമ്പോഴോ, അമ്മ കണ്ടോ, ബോംബെയിലെ ചിറ്റപ്പൻ തനിയെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഒറ്റയ്ക്ക് അങ്ങ് കുടിച്ച്. അപ്പൊ എല്ലാവരും കൂടെ ചോദിക്കും, ഒറ്റയ്ക്ക് കുടിച്ചോ? ആ, തനിയെ കുടിച്ചോ? ആ. അപ്പൊ വാസുദേവൻ ചിറ്റപ്പൻ അവിടെ വരുന്നവർക്കെല്ലാം വെള്ളം കൊടുക്കുന്നു. അത് ചർച്ചയില്ല. എന്താ? വാസുദേവൻ ചിറ്റപ്പന് മാർഗമില്ല, ഗതിയില്ല. അതുകൊണ്ട് അതൊരു ചർച്ചയില്ല. പിന്നെ വേണമെങ്കിൽ പറയും, അവൻ വെള്ളം കൊടുക്കണ്ടോനാ, അവന് കൊച്ചിലെ നിക്കറില്ലാതിരുന്നപ്പം എൻ്റെ അച്ഛനാ അവന് 3 രൂപ കൊടുത്തൊരു നിക്കർ വാങ്ങിച്ചു കൊടുത്തേ, അതുകൊണ്ട് ജീവിതകാലം മൊത്തം അവൻ നമ്മുടെ കല്യാണത്തിന് വെള്ളം ഒഴിച്ചോണം. ഭക്തനല്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രേ കരുണ സർവജ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്. എല്ലാത്തിനോടും മൈത്രി കാണിക്കുന്നവൻ, എല്ലാത്തിനോടും സഹവർത്തിത്വം കാണിക്കുന്നവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഭജന വന്നിരിക്കുന്ന യഥാർത്ഥ വിശ്വാസി ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ ഭജനയ്ക്ക് വരുമ്പോൾ
വീട്ടിലുള്ളവരെല്ലാം കരയണം, അയ്യോ അമ്മേ പോവല്ലേ, 12 ദിവസം ഞങ്ങൾ എങ്ങനെ കാണാതിരിക്കും, ഞങ്ങൾക്ക് സങ്കടം. അതേസമയം അവർ കാത്തിരിക്കുക വൃശ്ചിക 1 മുതൽ 12 ദിവസം ഒന്ന് സമാധാനത്തോടെ വീട്ടിൽ ജീവിക്കാൻ. ഇപ്പം ഈ ചരക്ക് കാട്ടിൽ അമ്പലത്തിൽ പോവല്ലേ, ഓച്ചറ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു. അത് ഭക്തയല്ല, ദുഷ്ടയാണ്. നിങ്ങൾ നീട്ടിയാലുണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ ഭജന 24 ദിവസം നീട്ടിയാൽ ആ വീട്ടിൽ ഭയങ്കര സന്തോഷം, എല്ലാവരും കൂടെ പോയി കാപ്പി കുടിക്കും. ഇനി 24 ദിവസം കഴിഞ്ഞേ വരുത്തോളൂ എന്ന്. അങ്ങനെയുള്ളവരാണോ നമ്മളെന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. എല്ലാവരും ഇരുന്ന് ചിരിക്കും. മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം പറയുമ്പോൾ ചിരിക്കും. ആ ചിരിയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞങ്ങളെ ആരെയും അല്ല പറയുന്നത്, വേറെ ആരാണ്ടെയാ പറയുന്നത്, ഞങ്ങളൊക്കെ നല്ലയാന്നുള്ള രീതി. ഞാനും ചിരിക്കും. ഞാനും എൻ്റെ ഒരു വിചാരം അങ്ങനെ, പക്ഷെ ഞാനും കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് എന്തു വേണം, നമ്മൾ പോകുമ്പോൾ അവർ സങ്കടപ്പെടണം. അല്ലെങ്കിൽ അവരെന്താ നമ്മളെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞെന്താ, മൈത്രി ഉള്ളവനാണ് ഭക്തൻ. പിന്നെ തീർന്നില്ല, മൈത്രേ കരുണ സർവജ, എല്ലാത്തിനോടും കാരുണ്യമുള്ളവൻ, എല്ലാത്തിനോടും കരുണയുള്ളവൻ. നമുക്കുണ്ടോ കരുണ? നമുക്കുണ്ടോ കാരുണ്യം? നമുക്ക് എന്തിനോടാണ് കാരുണ്യമുള്ളത്? ഈ മഹത്തായ ഒരു പ്രപഞ്ചം, ദേ ആ കാണുന്ന കടൽ, ഈ മണ്ണ്, ഈ വിണ്ണ്, ഈ ആകാശം, ഈ സസ്യലതാദികൾ, ഇതിലെ ഫലവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് സംവിധാനം ചെയ്ത് ഒരുക്കി ദൈവം കരുണയുടെ ഏറ്റവും മനോഹരമായ തലത്തിൽ ആരോഗ്യത്തോടെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് കരുണയുണ്ടോ? ഞാൻ എത്രയോ വീടുകളിൽ കണ്ടിട്ടുണ്ട്, സ്വന്തം ആങ്ങള മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 or 4 സഞ്ചയനം കഴിയുമ്പോൾ നാത്തൂനെയും മക്കളെയും അവിടുന്ന് പറപ്പിക്കും. എന്തിനാ? അര സെന്റ് വസ്തുവിന്, 1/4 സെന്റ് വസ്തുവിന് ഓടിക്കും. നമുക്ക് ആരോടാ കരുണ? ഇപ്പോഴത്തെ കാലത്ത് ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവന്മാരെല്ലാം അങ്ങ് കരുണയുള്ളവരാന്നും പറഞ്ഞാൽ നടക്കുന്നത്. വേണമെങ്കിൽ നോക്കിയാൽ ഭയങ്കരമായ, ഈ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഭയങ്കര നിസ്കാരക്കഴമ്പ്, ഇത്രയും താടി. ഹിന്ദു മതത്തിലാണെങ്കിൽ ദേഹം മൊത്തം കുറി. ആളുകളുടെ അനുഭവത്തിൽ പറയുന്നത് ഇങ്ങനെ കാണുന്നവൻ്റെ അടുത്തോട്ട് ചെല്ലരുതെന്നാണ് പറയുന്നത്. ഇല്ല, കടലിലൊക്കെ വിഷമുള്ള ഒരുതരം നക്ഷത്ര മത്സ്യമുണ്ട്, അതിൻ്റെ അടുത്തോട്ട് ചെന്നാൽ പെട്ടെന്ന് സൗന്ദര്യം കണ്ട് അതിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന പോലെ അങ്ങ് ചത്തുപോകും. പണ്ടൊരു ഭക്തൻ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ വന്നാൽ ഒരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്, ഒരു സ്വസ്ഥതയാണ്. ഇപ്പൊ അവൻ വന്നാ ഓടുക, അതോ വരുന്നടാ ഒരു ഭക്തൻ, ഓടി രക്ഷപ്പെട്ടോ, അവന്റെ കൺമുമ്പിൽ പെടരുത്. കാരണം ഈ ഭക്തൻ എന്ന് പറയുന്നവന് വേറെ ആരും നന്നാവുന്ന ഇഷ്ടമല്ല. കാട്ടിൽ അമ്പലത്തിൽ വന്നാൽ ദേവിയുടെ മൊത്തം അനുഗ്രഹവും എനിക്ക് തന്നെ വേണം, ഈ വരുന്നവർക്ക് ആർക്കും കിട്ടരുത്, എൻ്റെ അയലത്തുകാർക്ക് ഒരിക്കലും കിട്ടരുത്. ഞാൻ ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ആളുകളുണ്ടല്ലോ, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഈ പള്ളിയിൽ പോയി ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ നമ്മളെ നോക്കുന്നത്, അവരുടെ മുഖം കണ്ടാൽ ഒരുമാതിരി നെയ്യപ്പവും കടിഞ്ചായയും പോലെ ഇരിക്കുക, അയാളുടെ ശത്രു വന്നിരിക്കുന്ന പോലെയാണ് നോക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുതരം സ്വാർത്ഥതയായി മാറി മനുഷ്യന്. ഭക്തി എന്ന് പറയുന്നത് ഒരുതരം സ്വാർത്ഥതയായി മാറി. ഭക്തി എന്ന് പറയുന്നത് ഒരുതരം സങ്കുചിത മനോഭാവമായി മാറി. അതല്ല ഭക്തി. ഭക്തി കരുണയാണ്, നിലയ്ക്കാത്ത കരുണയാണ്, മനുഷ്യരോടെല്ലാം കരുണ കാണിക്കലാണ്. ആര് പറഞ്ഞതാ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാ. തീർന്നില്ല. നിർമ്മമോ നിരഹങ്കാര, നിർമ്മമോ നിരഹങ്കാര. എന്താണ്? ഒരു അഹങ്കാരമില്ലാത്തവനായിരിക്കണം ഭക്തൻ. ഈ ഭൂമിക്ക് മേളിലൂടെ ഒരു ഭക്തൻ നടന്നു പോയാൽ അറിയരുത് ഇപ്പോഴത്തെ ഭക്തന്റെ സ്ഥിതി എന്താ. ഇപ്പോഴത്തെ ഒരു ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ വലിപ്പവും പൊക്കവും എന്നെ വെച്ചിട്ടാരുമില്ല. ഒരാളിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ കുടുംബക്ഷേത്രങ്ങളുള്ള വീട്ടിൽ പിള്ളേരെ കെട്ടിച്ചു വിടരുതെന്ന്. ക്ഷമിക്കണം, അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാ. എന്താണെന്ന് ചോദിച്ചാൽ, ആ കൊച്ചിനെ ഇട്ട് ഇടങ്ങിയാറാക്കി കളയുമെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ട് പുണ്യം നിങ്ങൾക്കില്ല, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്, ഞങ്ങളുടെ ക്ഷേത്രം കണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ക്ഷേത്രമുണ്ടോ, കല്യാണം കഴിക്കുമ്പോൾ ഈ ക്ഷേത്രം ഒന്നും നോക്കത്തില്ല, വല്ലതും തുട്ടുണ്ടോന്നേ നോക്കത്തുള്ളൂ, കെട്ടിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഇത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അഹങ്കാരിയാകൽ അല്ല ഒരു ഭക്തൻ. പിന്നെയോ സമദുഃഖ സുഖക്ഷമി. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ, സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരുപോലെ ക്ഷമിക്കുന്നവനാണ് ഭക്തൻ. എന്താ ഭക്തന്റെ പറഞ്ഞത്? ഭക്തനെ കുറിച്ച് പറഞ്ഞത് അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ സർവചരാചരങ്ങളോടും ഇഷ്ടക്കേട് കാണിക്കാത്തവൻ, ഇഷ്ടമുള്ളവൻ. മൈത്രേ കരുണ സർവജ, എല്ലാ ജീവജാലങ്ങളോടും മൈത്രിയും കരുണയും ഉള്ളവൻ. നിർമ്മമോ നിരഹങ്കാര, വളരെ നിർമ്മലമായ മനസ്സോടെ ഒട്ടും അഹങ്കാരമില്ലാത്തവൻ. സമദുഃഖ സുഖക്ഷമി, എന്താ? ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ ക്ഷമിക്കുന്നവൻ. വലിയ പ്രയോഗമാണ് കൃഷ്ണ ഭഗവാന്റെ, കടുത്ത പ്രയോഗമാണ്. സുഖത്തിലും ദുഃഖത്തിലും. ദുഃഖത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കും, ഇച്ചിരി ചുരുണ്ടൊക്കെ ഇരിക്കും.
സുഖം വന്നാലോ, കുറച്ച് കാശൊക്കെ വന്നാലുള്ള ഒരു സ്ഥിതി എന്താ? പിന്നെ നമ്മളെ വെച്ചിട്ടാരുമില്ല, നമ്മളെപ്പോലുള്ള അഹങ്കാരികൾ ആരുമില്ല. നമ്മളങ്ങ് ഞെളിയും നിവരും. കല്യാണ വീട്ടിലൊക്കെ നമ്മൾ വന്നിറങ്ങിയാൽ ഒരാൾ വരുന്ന പോലല്ല വരുന്നത്, 9 ആളുകൾ വരുന്നത് പോലെ വരുന്നത്. അത് പാടില്ല, അത് പാടില്ല. യഥാർത്ഥത്തിൽ ഭജനയിരിക്കാൻ വരുന്ന മനുഷ്യർ ഈ ഭജനപ്പന്തലിൽ വന്നിരിക്കുമ്പോൾ അവർ നേടിക്കൊണ്ടു പോകേണ്ടതിനെയോ അവർ സ്വന്തമാക്കേണ്ടതിനെയോ അവർ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കി ആരെയെങ്കിലും മേൽ അഹങ്കാരം കാണിക്കുന്നതിനെയോ അല്ല യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞത് കൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെയാണ്. ഈ ഭക്തിയിലേക്കുള്ള മാർഗത്തിന് മന്ത്രജപങ്ങളുമായി വേണം നമ്മൾ ക്ഷേത്രങ്ങളിൽ ദേവാലയങ്ങളിൽ കഴിഞ്ഞുകൂടാൻ. മന്ത്രജപങ്ങളുമായി വേണം ദേവാലയങ്ങളിൽ കഴിഞ്ഞുകൂടാൻ. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ സാധാരണ സപ്താഹം നടത്തും, അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് തോന്നും ഇത് മൈക്കുകാരനും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഗുണമുണ്ടാവാൻ വേണ്ടിയുള്ളതാണ്. ആളുകളെല്ലാം ഏറ്റവും കൂടുതൽ വരുന്നത് ഭക്ഷണ സമയത്താണ്. അന്നവിചാരം മുന്നവിചാരം എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് തോന്നും ഈ ക്ഷേത്രത്തിൽ എത്രയോ ഭക്തരുണ്ട്, പിന്നീട് ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ ആകെ പോകാതിരിക്കുന്ന ആൾ ആ വായിക്കുന്ന ആളും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുമാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും പാനൊക്കുന്നില്ല. വായിക്കുന്ന ആൾ തച്ചിനിരിക്കുക, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും തച്ചിനിരിക്കുക. അങ്ങനെ പോരാ. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു മന്ത്രമുണ്ട്, പാടി കേട്ടിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഈണത്തിൽ പാടാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. കേൾക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള വരികളാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതെപ്പോഴും പാട്ടിൽ കേൾക്കാറുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മമ്മാലി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്പലത്തിൽ പോയി പ്രസംഗിച്ചോ, എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഭക്തരാരും ഒന്നും പറയത്തില്ല, കാരണം ഭക്തർക്ക് ഇതൊന്നും വലിയ അറിവില്ല, അതുകൊണ്ട് ഇച്ചിരി പേരൊക്കെ തെറ്റിയാലും അവരങ്ങ് സഹിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, കാട്ടിലമ്പലത്തിലൊക്കെ ഇരിക്കുന്നവർ ആഴത്തിൽ ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവരും പഠനമുള്ളവരും ശ്രദ്ധയുള്ളവരുമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മന്ത്രം ഏതാ? ഏതെങ്കിലും ഒരു ഭക്തന് പറയാവോ? ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇത് ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രത്തെ പറയുന്നത് മന്ത്രങ്ങളുടെ മന്ത്രമെന്നാണ്. മന്ത്രങ്ങളുടെ മന്ത്രമെന്നാണ് ഗായത്രി മന്ത്രത്തെ പറയുന്നത്. ഉപനയന സമയത്ത് ആദ്യം ചൊല്ലിക്കൊടുക്കുന്നത് ഗായത്രി മന്ത്രമാണ്. ഇത് ഋഗ്വേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള മന്ത്രമാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മൾ സാധാരണ അമ്പലത്തിലെ ദൈവങ്ങളെ ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കണം. അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ടാകുന്നത്. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ എന്തോ സാധിക്കാൻ വരുന്നു, എന്തോ സാധിച്ചു, ആ അമ്പലത്തിലിരുന്നു, ആ 12 ദിവസം ഓച്ചറ അമ്പലത്തിലിരുന്നു, 12 ദിവസം ഞങ്ങൾ കാട്ടിൽ അമ്പലത്തിലിരുന്നു, എന്ത് കിട്ടി? ഭക്തയായോ? ഭക്തി കിട്ടിയോ? ഒരു ആത്മാന്വേഷണം, ഒരു സ്വയം വിലയിരുത്തൽ. അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഇത്തരം മന്ത്രങ്ങൾ ഏറ്റവും പ്രധാനമാകുന്നത്. എന്താ പറയുന്നത്? ഓം. ഹിന്ദുമത വിശ്വാസ പ്രകാരം ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന്റെ ഏറ്റവും മനോഹരമായ ഓംകാര ശബ്ദം, വിണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ കുടികൊള്ളുന്ന ദൈവത്തിന്റെ ചൈതന്യം, അതിന്റെ ഏറ്റവും മനോഹരമായ പ്രകൃതിയുടെ സംഗീതത്തിൽ ഉത്ഭവിച്ച ഏറ്റവും മനോഹരമായ ശബ്ദം ഓം. ഓം ഭൂർഭുവസ്വഃ. മണ്ണിലും അന്തരീക്ഷത്തിലും
ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തിൻ്റെ പ്രകാശിക്കുന്ന ചൈതന്യമേ. ഓർക്കുക, ദേ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കാണാൻ മനോഹരമായ ഒരു കടൽ. എത്രയോ കാലങ്ങളായി ആവർത്തിച്ചാവർത്തിച്ച് തിരയെ ചുംബിച്ചു മടങ്ങുന്ന കടൽ. ഈ കടലിനോളം വലിപ്പം നമുക്കൊട്ടുമില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടതൊരു കാര്യമുണ്ട്. ഈ കടലിന്റെ മാറിന്റെ ഉള്ളിൽ മുത്തും പവിഴവും മത്സ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ ഒരു ഹൃദയം അത് നമുക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. അല്ലയോ കടലേ, നിന്റെ മാറിൽ മുത്തുണ്ട്, പവിഴമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നിനക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, അതെന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ സാന്നിധ്യത്തിൽ നിറയുന്ന ഭക്തി, ആ ഹൃദയത്തിന്റെ സാന്നിധ്യത്തിൽ നിറയുന്ന വിശാലത, ആ ഹൃദയത്തിന്റെ സാന്നിധ്യത്തിൽ നിറയുന്ന കരുണ, ആ ഹൃദയത്തിന്റെ സാന്നിധ്യത്തിൽ നിറയുന്ന നിരഹങ്കാരം, സ്നേഹം, അതാണ് യഥാർത്ഥ ഭക്തി. എന്താ പറയുന്നത്? മണ്ണിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിറയുന്ന പരബ്രഹ്മജ്ഞാനത്തിന്റെ ദൈവമേ. ഇത് തന്നെയാണ് ശ്രീകുമാരൻ തമ്പി സാറ് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന മനോഹരമായ പാട്ടിൽ, നിങ്ങൾക്ക് ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. തീരുന്നില്ല, അവിടെ ഇരുന്നാ പോരാ. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ദേവിയും പ്രതിഷ്ഠയും ഇവിടെ ഇരുന്നോട്ടെ, അത് നിങ്ങൾ എടുത്തോണ്ട് പോരുത്. പക്ഷേ അതിരിക്കേണ്ടതിന്, അതിന്റെ ചൈതന്യം ഇരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. തീർന്നില്ല, അതിൻ്റെ രണ്ടാമത്തെ അനുപല്ലവിയായി പാടുന്നത്, പാടാൻ പ്രയാസമാണ്, ശബ്ദത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, പാട്ടുകാരനല്ല. ആളും അറിവും ഉള്ളവർ വാഴ്വാം അടരിൽ ജയിക്കുന്നു, അവൻ അറിവില്ലാത്തവൻ തൻ ഹൃദയത്തിൽ അറിവായി വിളങ്ങുന്നു, അറിവായി വിളങ്ങുന്നു. തീർന്നില്ല. കാൽകളില്ലാതെ മുടന്തും മർത്യന് കാലുകൾ നൽകുന്നു, അവൻ കൈകളില്ലാതെ കരയും ഭക്തന് കൈകൾ നൽകുന്നു, കൈകൾ നൽകുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികളാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമാണ് ദൈവം ഇരിക്കുന്നത്. എന്നിട്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താ? അർത്ഥം, കാലില്ലാത്ത ഒരാൾക്ക് ദൈവം രാവിലെ കാലില്ലാത്തവന്റെ വീട്ടിലെത്തി കുറച്ച് കാലുകൾ കൊണ്ടുവച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോടാന്ന് പറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവത്തെ, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഭക്തി നിറഞ്ഞ മനസ്സുമായി മനുഷ്യൻ കരുണയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, കാലില്ലാത്തവനെ കാണുമ്പോൾ അവനെ സഞ്ചരിപ്പിക്കണമെന്നൊരു യഥാർത്ഥ ഭക്തന് തോന്നണം. അല്ലാതെ കാലെ പിടിച്ച് അടിക്കണമെന്നല്ല തോന്നേണ്ടത്. കണ്ണില്ലാത്തവന് കണ്ണായി മാറണം നമ്മൾ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 17 വയസ്സുള്ള ഒരു സഹോദരിക്ക്, ഒരു 5-6 വർഷമായി വീട്ടിൽ കട്ടിലിരിക്കുന്ന ഒരു സഹോദരിക്ക്, രാധാകൃഷ്ണനുള്ള RKPക്കൊക്കെ അറിയാം, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഒരു വീൽ ചെയർ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവൾ എനിക്കൊരു വീഡിയോ അയച്ചു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ. ഞാൻ 5 ദിവസമായി വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ ഈ വീൽ ചെയറിൽ ഞാൻ തെരുവിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല പുറത്തിറങ്ങുന്നതിൻ്റെ സന്തോഷം. പുറത്തിറങ്ങുന്നതിൻ്റെ സന്തോഷം അറിയണമെങ്കിൽ അകത്തിരിക്കുന്നവനോട് ചോദിക്കണം. മക്കളെന്നുള്ളത് അനുഗ്രഹമാണെന്ന് അറിയണമെങ്കിൽ മക്കളില്ലാത്തവരോട് സംസാരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, കാലുകളില്ലാതെ മുടന്തും മർത്യന് കാലുകൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന, ദൈവത്തിന്റെ ഭക്തി നിറയുന്ന, ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കുന്ന, ദൈവസന്നിധിയിൽ ഭജനം ഇരിക്കുന്ന, കാട്ടിലമ്പലത്തിലും ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലും ശബരിമലയിൽ മണ്ഡലവൃതാനുഷ്ഠാനവുമായി പോയി
കാരിമലയും നീലിമലയും ഒക്കെ കടന്ന് അവിടെ എത്തുമ്പോ നീയാണ് ഞാനെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തോന്നണം, ദൈവത്തിന്റെ ചൈതന്യമാണ് എൻ്റെ ഉള്ളിൽ. ആ ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ എന്നെ കൊണ്ടാവണം. കുറെ വിദ്വേഷവും വെറുപ്പും എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നങ്ങ് ചത്തുപോയിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? ഒരു പട്ടി പോലും ചത്താൽ ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കുമോ, നമുക്ക് വേണ്ടി കുരയ്ക്കുന്ന പട്ടിയാണെങ്കിൽ. അല്ലാതെ വെറും ഒരു വിദ്വേഷ ജീവിയായി ഒരു വീട്ടിൽ ജീവിച്ച് മരിച്ചതുകൊണ്ട് ആ വീട്ടിലും ഓർക്കൂല, നാട്ടിലും ഓർക്കൂല, സമൂഹത്തിലും ഓർക്കൂല. തീർന്നില്ല. ജീവിത വഴിയിൽ വീഴുന്നോർക്ക് ഭാവന നൽകുന്നു, അവൻ ഊമകളായി തൻ സ്നേഹത്താൽ ഗായകരാക്കുന്നു. അതിൻ്റെ അവസാനത്തെ വരിയാണ്. ഈണത്തിൽ കേൾക്കുന്ന പാട്ടാണ്, നമ്മൾ വലിയ ചൈതന്യവത്തായി ഉൾക്കൊള്ളുന്ന പാട്ടാണ്. എന്താ പറഞ്ഞത്? ശബ്ദം കേൾക്കാത്തവനാവശ്യം ശബ്ദം നൽകുന്നു. ശബ്ദം കേൾക്കാത്തവന്റെ ശബ്ദമായി ആര് മാറണം? ഈ കേൾക്കുന്ന ദൈവവിശ്വാസിയായ ഭക്തൻ മാറണം, മനുഷ്യൻ മാറണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആസക്തൻ എന്നല്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർത്തിയുള്ളവനെന്നല്ല. ഇപ്പൊ കാട്ടിലമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കടം തീർക്കണേ എന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം ഒരു കെട്ട് നോട്ട് അവിടെ കിടക്കുന്നു. 50 രൂപ ഇട്ടേച്ചാ പ്രാർത്ഥിച്ചത്. അപ്പൊ പെട്ടെന്നൊരു ഭക്തൻ പറയുമോ, ഓ എന്തൊരു ശക്തിയുള്ള ദൈവമാ, 50 രൂപ ഇട്ടപ്പോഴേ താണ്ട് ഒരു കെട്ട് നോട്ട് ഇവിടെ കിടന്ന് എൻ്റെ കടം തീർക്കാനുള്ള. അല്ലടാ കള്ള, എടാ കള്ള, അത് നിന്റെ കടം തീർക്കാനുള്ളതല്ല, അത് വല്ലവൻ്റെയും കാശാ, അതുകൊണ്ട് കൊടുക്കണം. നീ അധ്വാനിച്ച് വേണമെങ്കിൽ കാശുണ്ടാക്കണം. പ്രഭാതവന്ദനം എന്ന് പറയുന്ന ഒരു കീർത്തനമുണ്ട്, പ്രഭാതവന്ദനം. ആ പ്രഭാതവന്ദനത്തിൽ ഒരു ഭക്തനായ മനുഷ്യൻ കയ്യിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗൗരി, പ്രഭാഗത കരദർശനം. പ്രഭാത കരദർശനം എന്താ? കരാഗ്രേ വസതി ലക്ഷ്മി, എൻ്റെ ഈ വിരൽത്തുമ്പിൽ ലക്ഷ്മി ഇരിക്കുന്നു, അധ്വാനിക്കാനുള്ള ലക്ഷ്മിയാണ്. കരമധ്യേ സരസ്വതി, ഈ കൈകളുടെ മധ്യത്തിൽ സരസ്വതി ഇരിക്കുന്നു. സരസ്വതി എന്താ? അറിവും ജ്ഞാനവും ഒക്കെ നിറയുന്ന പുസ്തകത്തിന്റെ, അറിവിന്റെ, തിരിച്ചറിവിന്റെ, ബോധത്തിന്റെ സരസ്വതി. അറിവെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഗ്രി എൻ്റെ പേരിലും ഉണ്ട്, PhD, ഡോക്ടർ, MBBS, MSW, RSPPBS ആൻഡ് CPW XYZ. എന്തിനാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ? ഇത് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് എവിടെങ്കിലും കൊണ്ട് കൊടുത്താൽ 10 പൈസ തരുമോ? നിങ്ങളങ്ങ് മരിച്ചുപോയി, RSPBW XYZ നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ 10 പൈസ തരുമോ? ഇല്ല. ഇനി മരിച്ചു കഴിഞ്ഞാലോ? ഞാൻ മരിച്ചു എന്നിരിക്കട്ടെ, നിങ്ങളെല്ലാവരും മരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും പേടിയാ. പണ്ടൊരു അപ്പാപ്പൻ്റെ അടുത്ത് മോൻ ചോദിച്ചു, അപ്പാപ്പ എപ്പോഴാണ് മരിക്കുന്നതെന്ന്. പുള്ളി വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ വിമ്മിഷ്ടം നിർത്തിയിട്ട് അവനെ എടുത്ത് താഴെ ഒരു അടി അങ്ങ് കൊടുത്ത്. കാരണം മരിക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ആളുകളും പറയും, അങ്ങനൊന്നും പറയാതെ, മരിക്കുന്ന കാര്യം എപ്പോഴും പറയാതെ. എന്നാൽ അതേസമയം ഞാനൊരു 2 നില വീട് വെച്ച് പറഞ്ഞു, അത് പറഞ്ഞു. ഞാൻ ബെൻസ് കാർ എടുത്ത് പറഞ്ഞു, ഞാൻ നാളെ കാണാൻ മരിക്കുവോ, അത് പറയാതെ. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞ് ആരെങ്കിലും അവിടെ വന്നിട്ട് ചോദിക്കുമോ, അനിൽ മുഹമ്മദ് ഡോക്ടറെ എപ്പോൾ കുളിപ്പിക്കാനെടുക്കും, അനിൽ മുഹമ്മദ് ഡോക്ടറെ എപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുപോകും? പിന്നെ ഡോക്ടറും ഇല്ല, അനിൽ മുഹമ്മദും ഇല്ല, ദിനേശനും ഇല്ല, സജിത്തും ഇല്ല, സജി ഇല്ല, ആരുമില്ല. പിന്നെ ചോദിക്കുന്നത് ഡെഡ് ബോഡി എപ്പോൾ എടുക്കും? ശവം എടുക്കുന്നോ? മൃതദേഹം. ഇപ്പോഴത്തെ മരിപ്പ് വീടുകളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മരിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ചിലർ കാണാൻ വരുന്നവർ ചോദിക്കുന്നത് എപ്പോഴാ അടക്കം, സംസ്കാരം? നാളെ 5 മണിക്ക്. ഓ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? 12 മണിക്ക് അങ്ങ് നടത്തിയാൽ പോരായിരുന്നു. എന്താ അറിയാവോ? ധ്യാനെ പിടിച്ചില്ലല്ലോ, അതിനകത്തോട്ടൊന്ന് വെച്ചേച്ച് അവന് പോകണം. അവനെങ്ങാണ്ട് വസ്തുവിന് അഡ്വാൻസ് കൊടുത്തേച്ചിരിക്കുക. 3 മണിക്ക് എഗ്രിമെന്റാ. ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. അതുകൊണ്ട് പറഞ്ഞെന്താ? കരാഗ്രേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലസ്ഥിതേ ഗൗരി. തീർന്നില്ല. പ്രഭാതേ കരവന്ദനം. ഞാനിങ്ങനെ ഈ കൈകൾ കൊണ്ട് രാവിലെ ഇറങ്ങുമ്പം എൻ്റെ കൈയുടെ അഗ്രത്തിൽ ലക്ഷ്മിയാണ്, മധ്യത്തിൽ സരസ്വതിയാണ്, മൂലയിൽ പിന്നെ ഗൗരിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇത്രയും മനോഹരമായ കൈകൾ കൊണ്ട് ഞാൻ തൊഴുത് നിന്നെ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ദൈവം ഒരു മാലാഖയെ ഏൽപ്പിച്ചത്രേ, ഏറ്റവും വിശുദ്ധമായ കൈ ഉണ്ടെങ്കിൽ നീ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. മാലാഖ ഈ വിശുദ്ധമായ കൈ തിരക്കി ഇറങ്ങി. പുരാണത്തിലുള്ള കഥയാണ്. ഇറങ്ങി ഒരു രാജകൊട്ടാരത്തിൽ വന്നെന്താന്ന് ചോദിച്ചാൽ, അവിടുത്തെ രാജ്ഞിയുടെയും രാജകുമാരിയുടെയും കൈകളാണ് ഏറ്റവും മനോഹരമായ കൈകൾ. നല്ല മനോഹരമായി ക്യൂടെക്സ് ഒക്കെ ഇട്ട്, നമ്മുടെ ഈ കൈയുടെ സൗന്ദര്യ മത്സരത്തിനൊക്കെ കണ്ടിട്ടില്ലേ? വെണ്ടയ്ക്ക പോലുള്ള കൈ, വാഴയ്ക്ക പോലുള്ള കൈ, കത്രിക്ക പോലുള്ള കൈ, അങ്ങനെയുള്ള കൈയാ.
മാലാഖ എടുക്കാൻ ചെന്നപ്പം ഭയങ്കര നാറ്റം. എന്താന്ന് ചോദിച്ചപ്പോൾ ഈ കൈ കൊണ്ട് മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുള്ള കൈയാണ്. രാജാവിൻ്റെ കൈ മനോഹരമായിരിക്കുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു, അതും വലിയ കുഴപ്പമാണ്. ഒരു ദേവാലയത്തിൽ ചെന്നു, അവിടുത്തെ പുരോഹിതൻ്റെ കൈ എടുക്കാനായിട്ട്. അപ്പോൾ അടുത്തോട്ടെടുക്കാൻ വയ്യാത്ത നാറ്റം, കാരണം പുരോഹിതനാന്നേ ഉള്ളൂ, ബാക്കി മൊത്തം കുഴപ്പമാണ്. അങ്ങനെയുണ്ടല്ലോ. അവസാനം ഈ മാലാഖ തിരിച്ചു പോകാൻ ചെല്ലുമ്പോൾ ഒരു വഴിയരികിൽ ഒരു കർഷകൻ കിടന്നുറങ്ങുന്നു. ആ കർഷകൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കൈകളിൽ വളരെ മനോഹരമായ സുഗന്ധം. എന്താ? അവനീ പറഞ്ഞതുപോലെ അവൻ്റെ ലക്ഷ്മിയാകുന്ന ആ വിരലിൻ്റെ അഗ്രം കൊണ്ട് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവൻ്റെ ഈ വിരൽ ഈ കൈകളുടെ ഉള്ളിലുള്ള സരസ്വതി, അതായത് ഈ പറയുന്ന അറിവെന്ന് പറയുമ്പോൾ അമ്മയെ സ്നേഹിക്കണമെന്ന് പറയുന്ന അറിവ്, അമ്മയെ കരുതണമെന്ന് പറയുന്ന അറിവ്, അമ്മയെ തിരിച്ചറിയണമെന്ന് പറയുന്ന അറിവ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ്. എൻ്റെ ഉമ്മയ്ക്ക് 85 വയസ്സുണ്ട്. എൻ്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ ഉമ്മ എൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് വിദേശയാത്ര നടത്തുമായിരുന്നു. അങ്ങനെ നടത്തുമ്പോഴൊന്നും എൻ്റെ ഫോൺ റോമിങ്ങിൽ എടുക്കാറില്ല. ഞാൻ റോമിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാലും ഫോൺ എടുക്കുക എന്നുള്ളതാണ്. ഒരു മനസമാനത്തിനാണ് നമ്മൾ വിദേശത്ത് പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ ഫോൺ എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവസാനം ഇപ്പോൾ പ്രായമായി വന്നപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഭയമായി. ഞാൻ എപ്പോഴും ഉമ്മയുടെ കൂടെ വേണം. ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ വിദേശത്ത് പോകുന്നതെന്ന് പേടിയാണ് ഉമ്മയ്ക്ക്. അതുകൊണ്ട് ആ തോന്നലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഇപ്പോൾ റോമിങ്ങിലാണ് പോകുന്നത്. കാരണം ഉമ്മ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ നാട്ട് അപ്പുറത്തുണ്ട്, ഇപ്പോൾ വരാം എന്ന് പറയാൻ വേണ്ടി. ആ ആശ്വാസം ജീവിതത്തിൽ വലുതാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഈ ഭജന ഇരുന്നിട്ട് പോകുന്നവർ അമ്മമാരോട് പിണക്കമുണ്ടെങ്കിൽ അവരെ പോയി കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണം. മരിച്ചു കഴിഞ്ഞ് കുറേ ശത്രുക്കളെല്ലാം കൂടെ വിളിച്ച് ചുമന്ന പരവും ഇഡ്ഡലിയും കൊടുത്തുകൊണ്ട് എന്ത് പുണ്യം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ജാതിയിലാണേ 3-ാം ഭാഗത്തേക്ക് പൊറോട്ടയും ഇറച്ചിയാണ് കൊടുക്കുന്നത്. അത് മൂക്കറ്റം കഴിച്ചേച്ച് വന്ന് ചിലർ പറയും, മോനെ പിടിച്ചേച്ച് പറയും, ഓ വാപ്പാടെ കൂട്ട് നല്ല രുചിയുള്ള പൊറോട്ടയും ഇറച്ചി. വാപ്പ ഇന്ന് രാത്രി അങ്ങ് സ്വർഗത്തിൽ പോവും. സ്വർഗത്തിലല്ല, ശൂന്യാകാശത്ത് പോവും. ദൈവം എന്ന് പറഞ്ഞാൽ പലിശയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൈക്കൂലി കൊടുത്ത് നന്നാക്കാൻ പറ്റുന്ന ആളാണോ? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. പണ്ടൊരു മകൻ വൃദ്ധനായ ഒരു അച്ഛന് ഒരു പൂവിറുത്തുകൊണ്ട് അകത്തേ കൂടി. വലിയ വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെയുള്ള അച്ഛൻ ഈ മോനെ പിടിച്ച് അടിച്ചു. അപ്പൊ അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു, അച്ഛാ ഇത് അപ്പൂപ്പനാ, അപ്പൂപ്പൻ ഒരു പൂ കാണണമെന്ന് പറഞ്ഞ്. അപ്പൂപ്പൻ ഇറങ്ങി വരാനൊക്കത്തില്ലല്ലോ, അതൊന്ന് പരിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഓടിച്ചെന്നതാ പൂവുമായി. അച്ഛൻ അടിച്ചേച്ച് ചോദിച്ചു, നിനക്കറിയാവൂടാ ഇത് എത്ര രൂപയുടെ പൂവാണെന്ന്? അറിയാവൂടാ? അവനെ അടിച്ചവൻ്റെ കൈകളിലെല്ലാം അടിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പം അപ്പൂപ്പൻ മരിച്ചു. മരിച്ചതിൻ്റെ 7ൻ്റെ അന്ന് അച്ഛൻ ഒരു കൂടെ പൂവുമായി അപ്പൂപ്പൻ്റെ ശവസംസ്കാരത്തിൻ്റെ ചിതയെടുത്ത് പോയപ്പം മോൻ ചോദിച്ചു, ഇനി വാടാ അച്ഛാ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ആണല്ലോ, പണ്ടത്തെ കൂട്ടല്ലല്ലോ. പണ്ടത്തെ കൂട്ട് അച്ഛനും അപ്പനൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, ഇനി വാടാ അച്ഛാ. എന്തത്തിന് പോവാ നീ? അത് പൂ കൊടുക്കാൻ. ആർക്ക് പൂ കൊടുക്കാൻ? അപ്പൂപ്പന്. എന്നിട്ട് അപ്പൂപ്പൻ അവിടെ കിടന്നിരിപ്പുണ്ടോ? ഇല്ല. ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു പൂ ചോദിച്ചിട്ട് കൊടുക്കാത്ത അച്ഛൻ എന്തിനാ അച്ഛാ ഈ ഒരു കൂടെ പൂവും കൊണ്ട് മരിച്ചു കഴിഞ്ഞ് പോകുന്നത്? എന്തോ കാര്യത്തിനാ? നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞ് അങ്ങ് പോക്കാം. അങ്ങ് തുണി പൊക്കി നോട്ടവാ, മുഖമെല്ലാം ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും. ജീവിച്ചിരുന്നപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയോ? ഞങ്ങളുടെ ജാതിയിലാണെങ്കിൽ ഈ കുഴിച്ചിടാനായിട്ട് കബറി വെക്കുമ്പോൾ ചില മക്കൾ വന്ന് എത്തി നോക്കിയിട്ട്, യോ ഇല വെച്ചില്ല, വാപ്പാടെ മേത്ത് മണ്ണ്, വാപ്പാടെ മേത്ത് മണ്ണ്, വാപ്പാടെ മേത്തെ കുഴി വെക്കുന്ന വാപ്പാടെ മേത്ത് മണ്ണ് വീഴും. എടാ, അതിനു മുമ്പ് അങ്ങേരുടെ മേത്ത് വിയർപ്പും മണ്ണും ഒക്കെ വീണ സമയത്ത് നീ അന്വേഷിച്ചോ? നീ നോക്കിയോ? ഈ ഭക്തരുള്ള സംസ്ഥാനത്ത്, ഈ ഭക്തരുള്ള രാജ്യത്ത് നിങ്ങളറിയോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുള്ളത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. നമ്മൾ മാതൃദിനം, പിതൃദിനം, പുത്രദിനം ഏതെങ്കിലും അമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. അഗതി മന്ദിരത്തിൽ പോയി കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ ഭാരവാഹികളെ, കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കഴിഞ്ഞൊന്ന് ഗാന്ധി ഭവനിലേക്ക് പോകൂ. പക്ഷേ അത് വിടാത്തൊരു സമൂഹമുണ്ട്, അത് പറയണം കേട്ടോ. ഞാൻ എൻ്റെ താലൂക്കിലെല്ലാം അന്വേഷിച്ചപ്പോൾ ഏറ്റവും കുറച്ച് വൃദ്ധരെയും അനാഥരെയും തടം തള്ളിയ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പാട് പഞ്ചായത്താണ്. ആലപ്പാട് പഞ്ചായത്ത്. എനിക്കതിൽ അഭിമാനമുണ്ട് കേൾക്കുമ്പോൾ. അവർ പരമാവധി ആ ജനങ്ങളെ വിടൂല്ല. അവർക്ക് അച്ഛനും അമ്മയും ഇഷ്ടമാണ്. അവരുടെ പറമ്പുകൾക്ക് മതിൽക്കെട്ടുകളില്ല. ഞാൻ നേരത്തെ കർഷകന്റെ കാര്യം പറഞ്ഞതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ
അവൻ്റെ ജീവൻ പണയം വെച്ച് കടലിനോട് മല്ലടിച്ചുകൊണ്ട് പോയി കൊണ്ടുവരുന്ന സമ്പാദ്യമാണ് ഏറ്റവും വിശുദ്ധമായ സമ്പാദ്യം. എന്ത് ബലത്തിലാ പോന്നേ? ദൈവത്തിൻ്റെ ബലത്തിലാ പോന്നേ. നമ്മുടെയൊക്കെ പണി എന്തുവാ? നാട്ടിലുള്ളവൻ്റെ പണി എന്തുവാ? പണ്ടൊരുത്തനെ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് ചാടിക്കണം, ഒരു കോൺട്രാക്ട് എടുത്ത്. ഇപ്പം നമ്മുടെയൊക്കെ പണി എങ്ങനെയാണെന്നല്ലേ, മലയാളിയാണ്, കോൺട്രാക്ട് എടുത്ത് എത്ര രൂപയാണെന്ന് ചോദിച്ചു. ഒരു ബ്രിട്ടീഷുകാരനാണ് ചാടണമെന്ന് പറഞ്ഞത്. മലയാളിയോട് ചോദിച്ചപ്പോൾ 5000, ആന്ധ്രാക്കാരനോട് ചോദിച്ചപ്പോൾ 2000, തമിഴ്നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ 1000. ഏറ്റവും കുറഞ്ഞ ആളിനെ കൊടുക്കത്തോളെങ്കിലും ഇവരെ 3 പേരെയും കൂടെ നിർത്തിയിട്ട് ഈ മോലാളി ചോദിച്ചു, ഇതെന്താ ഇത്രയും വ്യത്യാസം വരാൻ കാര്യം? അപ്പം നേരെ ഈ 5000 വന്ന മലയാളിയെക്കുറിച്ച് വിചാരിച്ചത് നല്ല വിശുദ്ധിയും വൃത്തിയൊക്കെയുള്ള നാടായതുകൊണ്ട് അവൻ ചാടുന്നതിന് ഇത്രയും കാശ് വേണമായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഈ മലയാളിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്തോ അറിയാമോ? സാറേ, 5000 രൂപയ്ക്ക് ഇത് എനിക്ക് തന്നാൽ ഞാൻ ചാടത്തില്ല. ഞാൻ 1000 രൂപയ്ക്ക് തമിഴ്നാട്ടുകാരനെ കൊണ്ട് ചാടിക്കും. 2000 രൂപ സാറിനും തരും, 3. ഞാൻ 2 എടുക്കും, 5. വിയർക്കാതെ 2 എടുക്കും. ഇപ്പോഴത്തെ കാലത്ത് ആരോടാ വിശ്വസിച്ച് എന്തെങ്കിലും പറയുന്നത്? നിങ്ങൾ കണ്ടോ, ഭക്തരുടെ എണ്ണം കൂടുക. സ്വന്തം കൊച്ചച്ഛൻ്റെയോ വലിയച്ഛൻ്റെയോ മക്കളോട്, എടാ നിന്റെ പെങ്ങളെ കെട്ടിക്കണം, നമുക്ക് വടക്കേത്തെ 10 സെന്റ് വിൽക്കണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവൻ ബ്രോക്കറാവുക. അപ്പം തന്നെ അവൻ അങ്ങ് ബ്രോക്കറായി. അവൻ ബ്രോക്കറായിട്ട് എന്താ ചെയ്യുന്നത്? വേറെ ആളുടെ അടുത്ത് വെച്ച് പറയും, കൊച്ചച്ഛൻ സ്ഥലം വിൽക്കാൻ പോകുന്നു, ഇത്ര 1000 രൂപയ്ക്ക് നമുക്ക് ഒതുക്കി വാങ്ങിക്കാം, പകുതി എനിക്ക് തരണം, എനിക്ക് തരണം. ഭക്തന്മാരുടെ എണ്ണം കൂടുക. പക്ഷെ ഭക്തന്മാരുടെ എണ്ണം കൂടുമ്പോഴും ഈ പറയുന്ന സമൂഹത്തിലെ മൂല്യം അത് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഗായത്രി മന്ത്രം പറയുന്നത്, അതിലെ 1ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം. എന്താണ്? മണ്ണിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിലകൊള്ളുന്ന പരബ്രഹ്മത്തിന്റെ പ്രകാശ ചൈതന്യമേ, പ്രകാശം, വെളിച്ചം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാകണം. നമ്മളൊക്കെ ഇരുട്ടിൽ ജീവിക്കുകയാണ്. ഇരുട്ടിൽ നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല പാവപ്പെട്ടവനെ, കഷ്ടപ്പെടുന്നവനെ. ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ വീടിന്റെ പുറത്തൊക്കെ ഒത്തിരി പ്രകാശമുണ്ട്. അമ്പലം മുഴുവൻ അലങ്കൃതമായി പലതരം ബൾബുകൾ നിറച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ ആത്മജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, തിരിച്ചറിവിന്റെ, തിരിച്ചറിയലുകളുടെ, ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിന്റെ, അമ്മയെയും സഹോദരങ്ങളെയും തിരിച്ചറിയുന്നതിന്റെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്തജനങ്ങളായിരിക്കുന്ന എത്ര പേർക്ക് എൻ്റെ മുഴുവൻ സഹോദരങ്ങളുമായുള്ള ബന്ധം ഭദ്രമാണ്, അത് ശക്തമാണെന്ന് കൈ ഉയർത്തി പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? സഹോദര ബന്ധങ്ങളെല്ലാം മുറിഞ്ഞ് തകർന്നു കിടക്കുകയല്ലേ? നമുക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ബന്ധമുണ്ട്. നമ്മളങ്ങ് ഇറ്റലിയിൽ ഇരിക്കുന്ന കുത്രീനായുമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രക്തബന്ധത്തിലുള്ള സഹോദരനോട് നമുക്ക് ബന്ധമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹബന്ധം നമുക്ക് വേർപെടുത്താൻ വേണമെങ്കിൽ, പക്ഷേ രക്തബന്ധം നമുക്ക് വേർപെടുത്താൻ കഴിയില്ല. സഹോദര ബന്ധം മുറിക്കാൻ കഴിയില്ല. അത് വിടചൊല്ലാൻ കഴിയില്ല. അതില്ലാതാക്കാൻ കഴിയില്ല. അത് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. അത് തൊട്ടിൽ മുതൽ കബറിടം വരെയുള്ള ഒരു മനുഷ്യന്റെ ബന്ധമാണ്. അങ്ങ് തൊട്ടിൽ മുതൽ ചിത വരെയുള്ള ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തുന്നതിന് ഒരൊറ്റ കാരണം മതി. ആ കാരണമാണ് ഒരിക്കലും ആർക്കും ഒരു ഓപ്പറേഷനിലും മായ്ക്കാൻ കഴിയാത്ത പൊക്കിൾ കൊടിയുടെ ഏറ്റവും മനോഹരമായ പാട്, അമ്മയുടെ ഗർഭപാത്രം. ആ അമ്മയെ കൊല്ലുന്ന മക്കൾ, ആ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കൾ, ആ അമ്മയെ നടതള്ളുന്ന മക്കൾ, ആ മക്കളുടെ കാലം കൂടിയാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ നടയിലേക്ക് ചെന്നാൽ ഒരുപാട് വൃദ്ധരായ മനുഷ്യർ, അച്ഛനും അമ്മയും ജന്മം നൽകിയവർ, നമ്മളെപ്പോലെ പ്രസവിച്ചവർ, നമ്മളെ മക്കളെ വളർത്തിയതുപോലെ അവരും വളർത്തിയവരാണ്. പക്ഷേ അവരെ കൊണ്ടുവന്ന് നടതള്ളുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഭക്തരാണ്, നമ്മൾ ഭജനയിരിക്കുന്നു, നമ്മൾ അമ്പലം പണിയിച്ചു കൊടുക്കുന്നു, നമ്മൾ പള്ളി പണിയിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഈ ഗായത്രി മന്ത്രത്തിലെ 2ാമത്തെ കാര്യത്തിൽ പറയുന്ന ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്തിന്റെ പ്രകാശം? ജ്ഞാനത്തിന്റെ പ്രകാശം. ഹൈന്ദവ മതവിശ്വാസത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അസതോമാ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. അതെന്താണ്? തമസോമാ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്രയാണ്. ആ പ്രകാശം എന്നിൽ നിറയ്ക്കണമേ എന്നാണ്, ആ പ്രകാശം എന്നിൽ ഉണ്ടാകണമേ എന്നാണ്
ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. എന്തിനാണത്? ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എൻ്റെ ബുദ്ധിവൃത്തങ്ങളെ പ്രചോദിപ്പിക്കാൻ, എൻ്റെ ചിന്തകളെ പ്രചോദിപ്പിക്കാൻ, എൻ്റെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്താൻ, എനിക്ക് ആ ബോധ്യങ്ങളിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ആ കാഴ്ചകൾ കാണാൻ, അത് തിരിച്ചറിയാൻ, അതറിയുന്നതിന് വേണ്ടി, അതറിയുമ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വരികളുണ്ടല്ലോ, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? ഈ പറയുന്ന ഏറ്റവും മനോഹരമായ ഈ ഗായത്രി മന്ത്രത്തിൽ ഉദ്ധരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഈ പ്രകാശത്തിലേക്ക് നമ്മൾ മടങ്ങണമെന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും ഈ പ്രകാശത്തിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഈ പ്രകാശം ബാഹ്യപ്രകാശമല്ല. ഇന്നത്തെ വീടുകളുടെ സ്ഥിതി എന്താ? വീടുകളിലൊക്കെ ഒത്തിരി ലൈറ്റ് ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ആ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലിരുന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇന്ന് ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിലും മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആ പ്രകാശമില്ലാതായിക്കൊണ്ടേയിരിക്കുന്നു, തിരിച്ചറിവില്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വിദ്വേഷികളായിരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ. എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരാണ് ഈ പറഞ്ഞ ദിനേശും സജിത്തും, അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ HOD കാർത്തികേയൻ. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ വാഹനത്തിൽ ഏറ്റവും വിശ്വസ്തനായി ഞാൻ ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ അരുൺ അരവിന്ദ് എന്ന് പറയുന്നത് ഈ കായലിന് തൊട്ടപ്പുറത്തുള്ള ചെറുപ്പക്കാരനാണ്. അതൊക്കെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മളൊക്കെ രാമായണം വായിക്കും, മഹാഭാരതം വായിക്കും. ഇതൊക്കെ വായിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ തിരിച്ചറിയുന്നത് എന്തിനാണ്? ഏതെങ്കിലും ഒരു സപ്താഹം വരുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു പരിപാടി വരുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിശപ്പ് അകറ്റാൻ വേണ്ടി മാത്രമാണ്. അത് ശരീരത്തിന്റെ വിശപ്പും ദാഹവും മാറ്റുന്നതിന് വേണ്ടിയാണ്. ആത്മാവിന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ലക്ഷണം, ഒരു ഭക്തിയുടെ ലക്ഷണം. എന്താ ഇതിഹാസത്തെ കുറിച്ച് പറയുന്നത്? ധർമാർത്ഥ കാമ മോക്ഷാണാം, ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷിതേന്നാണ്. എന്താ ഇതിഹാസം പറയുന്നത്? ധർമാർത്ഥ കാമ മോക്ഷാണാം. നിങ്ങളുടെ കാമം ശമിപ്പിക്കുമ്പോൾ, കാമം എന്ന് പറയുമ്പോൾ ശാരീരിക വികാരം മാത്രമല്ല, മനസ്സിന്റെ വികാരങ്ങൾ, സമ്പത്ത് ശേഖരിക്കുമ്പോൾ, നിങ്ങൾ സുഖമെന്ന് പറയുന്നത് ആസ്വദിക്കുമ്പോൾ നിങ്ങളതിൽ ധർമ്മം പാലിച്ചിരിക്കണം. നിങ്ങളതിൽ ധർമ്മം പാലിച്ചിരിക്കണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും കൊണ്ടുചെന്ന് നട തള്ളിയിട്ട് ഞാനും എൻ്റെ പൈങ്കിളിക്കുട്ടനും കൂടി ജീവിക്കുന്നത് മനസമാധാനത്തിനാണ്, അതാണ് ശാന്തിക്ക് നല്ലതെന്ന് നിങ്ങൾ വിചാരിച്ചു പോയാൽ നിങ്ങൾ നാളെ നിങ്ങളുടെ സ്ഥിതിയും അതിൽ നിന്ന് വിഭിന്നമല്ല. നിങ്ങളെയും നടതള്ളുക തന്നെ ചെയ്യും. ഇവിടെ റിപ്പോർട്ട് RKP ഞങ്ങളോട് ചില മക്കൾ വിളിച്ച് ചോദിക്കുന്നത് എന്താണെന്നറിയോ? എപ്പോഴാ എടുക്കാൻ വരുന്നത്? എടുത്തോണ്ട് പോകുന്നില്ലയോ? എന്തുവാ എടുക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ വിചാരിക്കാണ്ടില്ല, വേസ്റ്റ് കവറി കെട്ടി കെച്ചേക്കുന്നത് എടുക്കാൻ പോവാന്ന്. സൃഷ്ടിച്ച അച്ഛനെയും അമ്മയെ എടുക്കാൻ പോകുന്ന കാര്യമായി ചോദിക്കുന്നത്. ഈ പിള്ളേർ എവിടുന്നാ പഠിച്ചേ? കുറുപ്പിന്റെ ആശുപത്രിയിൽ നിന്നാണോ? അതോ ഇവിടുത്തെ തൊട്ടപ്പുറത്തെ ആശുപത്രിയിൽ നിന്നാണോ? അതോ കരുനാഗപ്പള്ള AME നിന്നാണോ? അതോ SPME നിന്നാണോ? അല്ല, നമ്മളെ കണ്ടു പഠിച്ചതാ. നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെ സ്നേഹിക്കണം. നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെ സന്തോഷിക്കുന്നത് അവർ കാണണം, സന്തോഷിപ്പിക്കുന്നത് കാണണം. അപ്പൊ അച്ഛനും അമ്മയും എന്ത് വേണം? ചില അമ്മമാരിരുന്ന് ചിരിക്കുന്നുണ്ട്. അമ്മമാരെന്ത് വേണം? വീട്ടിൽ കലഹമുണ്ടാക്കുന്നവരായി ഈ അമ്മമാര് മാറരുത്. ഇല്ല, കയ്യിലുള്ള താക്കോലൊക്കെ ഒരു 10-60 വയസ്സാകുമ്പോൾ എടുത്ത് ആരെയില്ലെങ്കിലും കൊടുത്തേക്കണം. മരിക്കുന്നത് വരെ ഇത് വെച്ചോണ്ടിരിക്കരുത്. ചില അമ്മൂമ്മമാര് മരിക്കുമ്പോൾ മക്കൾ ഓടി ചെല്ലുന്നതാണ് അല്ല താക്കോല് പിടിക്കാൻ വേണ്ടി. 20-ാമത്തെ വയസ്സിൽ നാഭി കയറ്റിയതാ. എന്തിനാ ഇത്? കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വിടണം. അപ്പൊ എന്തു വേണം? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോ അതിലൊക്കെ നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരു ധർമ്മത്തെ സൂക്ഷിക്കണം. ആ ധർമ്മം പഠിക്കാനാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മയുള്ളവരായിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അത് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു അപ്പാപ്പൻ മരിക്കാൻ കിടന്നു. അപ്പാപ്പൻ മരിക്കാൻ കിടന്നപ്പോൾ മക്കളെല്ലാം ചുറ്റിനും കൂടി നിന്നപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു, ഞാൻ
നമ്മുടെ കാട്ടിലമ്പലത്തിലെ വൈസ് പ്രസിഡന്റ് ദിനേശന് 5000 രൂപ കൊടുക്കാനുണ്ട്, ജയൻ 25,000 രൂപ കൊടുക്കാനുണ്ട്, സജിക്ക് 30,000 രൂപ കൊടുക്കാനുണ്ട്, പൊന്മന നിശാന്തിന് 10,000 കൊടുക്കാനുണ്ട്. അപ്പം മക്കൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞായിരുന്നു അച്ഛന് ഓർമ്മക്കുറവുണ്ടെന്ന്. ഓർമ്മയില്ലാതെ ഏതാണ്ടൊക്കെ വിളിച്ച് പറയുക. അച്ഛനിങ്ങനെ പണ്ടും ഇങ്ങനായിരുന്നു, ഓർമ്മയില്ലാതെ ഏതാണ്ടൊക്കെ വിളിച്ച് പറയുമായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ അടപ്പുണ്ട്, മറ്റേ കാർത്തികേയൻ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരാൾ 2 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പം മക്കൾ പറഞ്ഞ് അപ്പാപ്പൻ്റെ ഓർമ്മ തെളിഞ്ഞു വരുന്നു. അപ്പം ഇടയ്ക്ക് ഓർമ്മ പോവും, ഇടയ്ക്ക് ഓർമ്മ തെളിഞ്ഞു വരും. അങ്ങനെയുള്ള ഒരു അസുഖമാണ്. ഈ അസുഖത്തിൻ്റെ പേര് എൻസൈഫ്ലോറ്റിസ് കോക്ലോമാനിയ ആൻഡ് നെഫ്രോളജിക്ക എന്ന് പറയുന്നൊരു അസുഖമാണെന്ന് പറഞ്ഞു. നമുക്കെല്ലാം ഉള്ള ഒരു രോഗമാണ്. നമുക്കെന്തെങ്കിലും കിട്ടേണ്ടി വരുമ്പോൾ നമ്മൾ വലിയ നീതിയാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വലിയ നീതിയാണ്. ചില അമ്മായിയമ്മമാർക്കുണ്ട്, മോളും മരുമോനോട് എവിടെങ്കിലും പോന്നെന്ന് കേൾക്കുമ്പം പൊയ്ക്കോ, 10 ദിവസം പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, നീ അവിടുത്തെ തള്ളയെടുത്ത് പറയേ വേണ്ട. എന്നാൽ മോനും മരുമോളൂടെ പോന്നെന്ന് പറയുമ്പോഴോ അവൻ പെങ്കൂസൻ, അവനിങ്ങനെ അവളെ കൊണ്ട് കിടക്കുക. പത്തൈവ കൈയടിച്ച് ചിരിക്കുന്ന ഓരോരുത്തർ. അങ്ങനെയുള്ള ആരാണ്ട് അവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ചിരിക്കുന്നത്. അതോ ഇനി ഞാൻ അതുപോലെ ആന്നോർത്ത് സ്വയം ചിരിക്കുവാന്നോ എന്ന് പറഞ്ഞുകൂടാ. രണ്ടായാലും ചിരിച്ച്. അങ്ങനെ പാടില്ല. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുന്നതേ അതിലെ കഥാപാത്രങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അങ്ങനെ നന്നാവാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മളില്ല പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഒരിടത്ത് വന്നിരുന്ന് ഇതെല്ലാം കേട്ട്, ഇതെല്ലാം പഠിച്ച്, ഇതെല്ലാം കേട്ട് എന്തോത്തിന് പോയി, ആ അമ്പലത്തിൽ പോയി എന്തോ കേട്ട്, എന്നിട്ടെല്ലാം കേട്ട് എന്തുവാ കേട്ടത്? നല്ല ചോറ് സാമ്പാറുമായിരുന്നു, ഒരു ദിവസം ഇത് പായസം ഉണ്ടായിരുന്നു. അല്ല, അതിനുവേണ്ടിയല്ല ഭജന, അതിനുവേണ്ടിയല്ല ഭക്തി. ഭക്തിയും ഭജനയും ഒക്കെ മനുഷ്യന് ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ്, തിരിച്ചറിവിന് വേണ്ടിയാണ്, പഠിക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഓർമ്മ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയാണ്. കൊടുക്കാനുള്ളത് മാത്രം വരുമ്പോൾ ഓർമ്മ പോവുകയും കിട്ടാനുള്ളത് വരുമ്പോൾ ഓർമ്മ തെളിയുകയും ചെയ്യുന്നത് ഒരു ശരിയായ സംഗതിയല്ല. അങ്ങനെ ആകരുത്. അതാണ് ഇതിഹാസം പറഞ്ഞത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതവും സീതാദേവിയുടെ ജീവിതവും ഒക്കെ അതാണ് പഠിപ്പിച്ചത്. സീതാദേവിയുടെ ചരിത്രമുണ്ടല്ലോ. എനിക്ക് ഏറ്റവും രാമായണത്തിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം എനിക്ക് ലക്ഷ്മണനാണ്. രാമനെ പോലും എനിക്ക് അത്രയും പഥ്യമല്ല. എന്താ പഥ്യമല്ലാത്തതെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ വലിയ കുഴപ്പമാവും, പിന്നെ എനിക്ക് ഇവിടുന്ന് ചിലപ്പോൾ പാനക്കത്തില്ല, അല്ലെങ്കിൽ തന്നെ കുഴപ്പമായി കിടക്കുക. പക്ഷേ എനിക്കിഷ്ടം ലക്ഷ്മണനെയാണ്. ലക്ഷ്മണനോടുള്ള ഇഷ്ടം എന്താണെന്നറിയാമോ? പറയേണ്ട കാര്യം തുറന്ന് മുഖത്ത് നോക്കി ആരാന്നൊന്നും നോക്കത്തില്ല, കൃത്യമായിട്ട് ഉള്ള കാര്യം ചൂടായിട്ട് പറയും. അങ്ങനെ പറഞ്ഞ് ജീവിച്ചങ്ങ് മരിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് ലക്ഷ്മണനെയാണ് ഇഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാമകഥയിലെ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാമകഥയിൽ കാട്ടിൽ പോയി, സീതയും രാമനും കൂടി പോയപ്പോൾ ലക്ഷ്മണനും പോയി. അവിടെ ചെന്നപ്പോൾ മാരീചൻ ഒരു മാനായി വന്നു. അപ്പോൾ സീത രാമനോട് പറഞ്ഞു, അണ്ണാ ഒന്ന് പിടിച്ചു തരുമോ അണ്ണാന്ന് ചോദിച്ചു. നമ്മുടെ അണ്ണന്മാർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത, ഒരു ശബ്ദം മാറ്റി ചോദിച്ചാൽ അണ്ണന്മാരെന്ന് പിടിക്കാൻ ഇറങ്ങും. എന്നാൽ മരവുരി ധരിച്ചുകൊണ്ടിരിക്കുക സീത. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യപുരുഷനാണ്. പക്ഷേ സീത പറഞ്ഞപ്പോൾ രാമന് പിടിക്കണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് കാട്ടിലേക്ക് വന്ന ഒരു ഭാര്യ എന്ന് പറയുന്ന ആ വികാരത്തിൽ രാമൻ പിടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ മാരീചൻ്റെ ശബ്ദം മാറി അതൊരു രാക്ഷസനാണെന്നുള്ള വേഷം എത്തുന്നത്. അപ്പം ലക്ഷ്മണനെ ശ്രീരാമനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആരെ? സീതയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ലക്ഷ്മണനോട് പറഞ്ഞു, സീതയെ നോക്കിക്കോണം, സീതമ്മയെ നോക്കിക്കോണം. കാരണം അങ്ങനെയാണ് യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ പിന്നെ ലക്ഷ്മണൻ്റെ അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. സീത ഞാനായും രാമൻ ദശരഥനായും കാട് ഈ പറയുന്ന രാജ്യമായും നീ കാണണം, രാജസദസ്സായി കാണണമെന്ന് പറഞ്ഞാണ് ലക്ഷ്മണനെ വിട്ടേക്കുന്നത്. ലക്ഷ്മണൻ പറഞ്ഞു, ചേട്ടത്തിയമ്മേ ഞാൻ പോത്തില്ല, അത് ശ്രീരാമൻ ചേട്ടൻ ഇനി വന്നോളൂ, കുഴപ്പമൊന്നും വരുത്തില്ല, അതൊരു വല്ലാത്ത ശബ്ദമാണ് കേൾക്കുന്നത്, എന്നെ ചേട്ടത്തിയമ്മയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ സീതയ്ക്ക് ഒരല്പം ദേഷ്യം വന്ന് സീത പറഞ്ഞു, ഒരു അരുതാത്ത വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ ശരീരം മോഹിച്ചാണ് നീ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അടുത്ത നിമിഷം സ്വയം ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞു. ചങ്ക് പറഞ്ഞു പോയി ലക്ഷ്മണൻ്റെ. അങ്ങനെ സ്വപ്നത്തിൽ പോലും ലക്ഷ്മണൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അത് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മണൻ എന്ത് ചെയ്തു? പിന്നിരിക്കാൻ പറ്റില്ല, രാമനെ തേടിപ്പോയി.
ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതാ. നിങ്ങൾ വിചാരിക്കും പണ്ട് നടന്നതാണ്. ഇന്ന് ഏതെങ്കിലും ഒരു അയൽവഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ആ കേസിന് ബലം കിട്ടാൻ വേണ്ടി എഴുതി വെക്കുന്നതാണ് ചേട്ടത്തിയെ അനിയൻ കയറി പിടിച്ചു, അനിയത്തിയെ ചേട്ടൻ കയറി പിടിച്ചു. എല്ലാ കേസിലും സത്യത്തിൽ പിടിച്ചിട്ടുണ്ടാവില്ല, തൊട്ടിട്ടുണ്ടാവില്ല, ഒന്നുമില്ല. ഏത് അയൽവഴക്കിനും സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടത്തി അനിയത്തിമാർ തമ്മിൽ പറയുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ പഠിപ്പിക്കാൻ ആ രാമായണം മനസ്സറിഞ്ഞ് വായിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ രാമായണം ഞാൻ മനസ്സറിഞ്ഞ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തയായത്. അപ്പൊ എന്ത് ചെയ്തു? ലക്ഷ്മണൻ പോയി സീതയെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയപ്പോൾ സീതമ്മ താൻ കൊണ്ടുപോയി എന്നുള്ളത് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഉടുത്തിരുന്ന ചുവന്ന സാരിയിൽ നിന്ന് സാരിയിലേക്ക് കുറച്ച് ആഭരണങ്ങൾ എടുത്ത് കെട്ടി പുഷ്പവിമാനത്തിൽ നിന്ന് താഴേക്കിട്ടു. എന്ന് പറഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ വരുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എന്നെങ്കിലും അവരറിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വാനര സൈന്യം വന്ന് ഇത് തെരഞ്ഞപ്പോൾ ഈ ആഭരണങ്ങൾ കിട്ടി. ഈ ആഭരണങ്ങൾ കൊണ്ടുവന്ന് രാമനെ കാണിച്ചപ്പോൾ രാമൻ സങ്കടം കൊണ്ട് പറഞ്ഞു, എനിക്ക് വയ്യാടാ ലക്ഷ്മണ, നീ ഒന്ന് നോക്ക്, അത് ചേട്ടത്തിയമ്മയുടെ ആണെന്ന് നോക്ക്. അപ്പോൾ ഈ വാനരന്മാർ ഈ പൊതിയഴിച്ച് ലക്ഷ്മണനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞ ഭാഗം രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നെഹിം ജാനാമി കേയൂരെ, നെഹിം ജാനാമി കുണ്ടലെ, അഭിജാനാമി നോപുരെ, നിത്യം പാതാര ബന്ധനം. നെഹിം ജാനാമി കേയൂരെ, ഈ കേയൂരം സീതമ്മയുടെ ആണോന്ന് എനിക്കറിയില്ല. കേയൂരം എന്താ? ഈ തോൾവള, അങ്ങനെ ഒരു സാധനമുണ്ട്. സ്വർണ്ണക്കടക്കാർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇനി അതുണ്ടാക്കി തരും. ഇപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എല്ലാം ഇട്ട് കുഴഞ്ഞിരിക്കുക 250 പവനാവുമ്പോൾ. ഇനി തോൾവള എന്ന് പറയുന്ന കേയൂരം വേണമെങ്കിൽ അതിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ മതി. രാമായണത്തിൽ സീത അണിഞ്ഞിരുന്നതാണെന്ന് പറയാമെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു മാർക്കറ്റ് കിട്ടും. നെഹിം ജാനാമി കേയൂരെ, എനിക്ക് ഈ തോൾവള സീതമ്മയുടെ ആണോ എന്നറിയില്ല. നെഹിം ജാനാമി കുണ്ടലെ, ഈ കാതിലിട്ടിരുന്ന കടുക്കൻ അത് സീതമ്മയുടെ ആണോ എന്ന് എനിക്കറിയില്ല. അഭിജാനാമി നോപുരെ, കാലിലെ പാദസരം സീതമ്മയുടേതാണ്. നിത്യം പാദാരവന്ദനം, നിത്യം പാദാഭിവന്ദനം, ഞാൻ എന്നും പാദാഭിവന്ദനം ചെയ്യുന്ന, കാൽക്കൽ തൊട്ട് വളങ്ങുമ്പോൾ ഞാൻ കാണാറുണ്ട് ഈ പാദസരം സീതമ്മയുടെ കാലിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാതിൽ കിടക്കുന്നത് എനിക്കറിയില്ല, തോൾവളയാണോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും സ്വന്തം ചേട്ടത്തി അമ്മയെ നോക്കിയിട്ടില്ലാത്ത ലക്ഷ്മണനോടാണ് സീത പറഞ്ഞത്. എന്ത്? എൻ്റെ ശരീരം മോഹിച്ചാണ് നീ നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഞാനിത് വിടും. ഇതിപ്പോഴത്തെ വീടുകളിലുള്ള ഒരു സംഗതിയാണ്. ഒരുമിച്ച് താമസിക്കാൻ ചേട്ടനും അനിയനും സ്നേഹത്തോടെ കഴിയുകയാണെങ്കിൽ ചേട്ടത്തി അനിയനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. വേറൊന്നുമില്ല, നമ്മുടെ അനിയൻ തന്നെ ഏവൻ. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു നോട്ടം എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ചേട്ടൻ റെഡിയായി, സ്വഭാവം എല്ലാം മാറി, നാളെ രാവിലെ പെട്ടിയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഇത് രാമായണം കൊണ്ട് തീർന്നതാണോ? രാമായണം കാലാധിപത്യമായി നിലനിൽക്കുന്ന ഇതിഹാസമാണെന്ന് പറയാൻ കാരണം രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. രാവണനായി ചെല്ലപ്പൻ ജീവിക്കുന്നുണ്ട്, തങ്കപ്പൻ ജീവിക്കുന്നുണ്ട്, അന്ത്രമാനും ജീവിക്കുന്നുണ്ട്. വ്യത്യസ്ത രൂപത്തിലാണെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ പറഞ്ഞ കുറികേട് കൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്, രാമായണത്തിൽ യഥാർത്ഥത്തിൽ സീത ഇത്രയും പതിവ്രതയായ, ഇത്രയും ശുദ്ധയായ, ഇത്രയും മനോഹരിയായ സീതമ്മയുടെ മനസ്സിൽ സ്വന്തം അനിയനായ ലക്ഷ്മണനെ കുറിച്ചുണ്ടായ ഒരു മോശം ചിന്തയുടെ ഫലമാണോ അവരെ തട്ടിക്കൊണ്ടു പോകലിലേക്ക് കലാശിച്ചത് എന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്. അതുകൊണ്ട് കുമാരനാശാൻ എന്ത് ചെയ്യുന്നറിയാവോ? ചിന്താവിഷ്ടയായ സീതയെ കൊണ്ട് മാപ്പ് പറയിച്ചു. സീതയെ കൊണ്ട് പറയിച്ച മാപ്പെന്താ? സീതയെ കൊണ്ട് പറയിച്ചത്, അറിയാ പൊറുക്ക നീ, നിണമോതായി പറഞ്ഞു പോയ വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴൊക്കെയും മനമോടാത്ത കുമാർഗമില്ലടൂ എന്ന് പറഞ്ഞാൽ, അയ്യോ അനിയ നീ പൊറുക്ക്, അന്നേരത്തെ ഒരു അനിയന്ത്രിതമായ മനസ്സിൽ ഞാൻ പറഞ്ഞു പോയതാണ്, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുമെന്ന് സീത ആരോട് പറയുന്നുണ്ട്? ലക്ഷ്മണനോട്. ഈ പറയുന്ന പിന്നെ നമ്മുടെ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങിയത് ഈ പറയുന്ന ഗായത്രി മന്ത്രത്തിൽ നിന്നാണ്. ആ ഗായത്രി മന്ത്രത്തിൽ തന്നെ പറയുന്നത് പോലെ
ഈ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രകാശത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വയലാർ പാടിയ മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിനകത്തു നിന്നാണ് എൻ്റെ ഗായത്രി മന്ത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. ആ വരികൾ ഇങ്ങനെയാണ്: പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിനർഘ്യം നൽകൂ, സുന്ദര സ്വരഗംഗയൊരുക്കൂ, ഗായത്രികൾ പാടൂ. പത്മതീർത്ഥമേ ഉണരൂ. യഥാർത്ഥത്തിൽ ഭക്തിയും വിപ്ലവവും ചേർന്ന വയലാറിന്റെ ഏറ്റവും മനോഹരമായ വരികളിൽ ഒന്നാണ് പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. എന്താ ഉണരേണ്ടത്? മനസ്സിന്റെ ഉള്ളിലെ പത്മതീർത്ഥമാണ് ഉണരേണ്ടത്. ആ മനസ്സിന്റെ ഉള്ളിലെ പത്മതീർത്ഥം ഉണർത്താൻ വേണ്ടിയാണ് എന്ത് ചെല്ലാൻ പറയുന്നത്? ഗായത്രി മന്ത്രം ചെല്ലാൻ പറയുന്നത്. ആ ഗായത്രി മന്ത്രത്തിന്റെ ആദ്യ വരി വയലാർ ഒഴിവാക്കി. ഒരുപക്ഷെ വയലാറിന്റെ ദൈവവിശ്വാസത്തിൽ ഈ ഓം ഭുർഭുവസ്വഹ എന്ന് പറഞ്ഞാൽ മണ്ണിലും മിണ്ണിലും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ദൈവമേ എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഓം തത് സദിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ, ആ ഭാഗം മാത്രം ചേർത്തു വയലാർ. എന്നിട്ട് പറഞ്ഞത് മനസ്സിന്റെ പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയാണ്. മനസ്സാണ് ഏറ്റവും പ്രധാനം. ഈ ഭക്തിയുടെ സന്ദേശങ്ങളൊക്കെയും എത്തിച്ചേരേണ്ടത് മനസ്സിനുള്ളിലാണ്. ആ മനസ്സിനുള്ളിൽ ഈ ഭക്തിയുടെ സന്ദേശം എത്തിച്ചേരുമ്പോഴാണ് മനുഷ്യൻ ഒരുപാട് മാറ്റമുണ്ടാകുന്നത്. രാമായണത്തിലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശം യഥാർത്ഥത്തിൽ അന്നത്തെ ലക്ഷ്മണന് മാത്രം കൊടുത്തതല്ല. ലക്ഷ്മണോപദേശം യഥാർത്ഥത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ഇനി ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യർക്കും വേണ്ടി കൊടുത്തതാണ്. വത്സാ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. വത്സാ സൗമിത്രേ, സുമിത്രയുടെ മകനെ, അനുജ നീ കേൾക്കണം എന്ന് തുടങ്ങുന്ന മനോഹരമായ ലക്ഷ്മണോപദേശം. ആ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത് എന്താ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലമാണ്. നമ്മൾ ഭോഗിക്കുന്നു, അതിന് വലിയ ആയുസ്സൊന്നുമില്ല. എൻ്റെ ഒരു സഹപ്രവർത്തകൻ, പ്രിയപ്പെട്ട കുഞ്ഞുമോൻ, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹം രാവിലെ ഫസ്റ്റ് ഷിഫ്റ്റിന് ജോലിക്ക് പോകാൻ വേണ്ടി കരുനാഗപ്പള്ളിയിൽ നിന്ന് വാഹനത്തിൽ KMML വന്നതാണ്. ആ വന്നപ്പോൾ ടൈറ്റാനിയത്തിന്റെ മുമ്പിൽ എടപ്പള്ളി കോട്ടയിൽ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ്, പൈലിയുടെ കടയുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദ്രോഗം വരുന്നത്. ആ ഹൃദ്രോഗം വരുമ്പോൾ ചിലപ്പോൾ പറയും ഷുഗർ കുറഞ്ഞു അല്ലെങ്കിൽ ഷുഗർ കൂടി എന്നൊക്കെ പറയും. ഇത് തിരിച്ചറിയാവുന്ന കുഞ്ഞുമോൻ സ്വന്തം പോക്കറ്റിൽ ഗ്യാസ് വെട്ടുമുട്ടായി ഒരു കവറ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്യാസ് വെട്ടുമുട്ടായി എടുത്ത് കഴിക്കാൻ കുഞ്ഞുമോൻ അവസരം കിട്ടിയില്ല. ഡെഡ് ബോഡി കരുനാഗപ്പള്ളി ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം എത്തിയ ഒരാളാണ് ഞാൻ. പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു കവർ ഗ്യാസ് വെട്ടുമുട്ടായി ഉണ്ട്. തീർന്നില്ല. ഒരിക്കലൊരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ കയറി. ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ബോഡി കിടത്തിയിട്ട് ഇസ്ലാം മത വിശ്വാസത്തിൽ ഇങ്ങനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ പല്ല് തേക്കണം. ആ പല്ല് തേക്കുമ്പോൾ ഞാനിങ്ങനെ കൈയിട്ട് പല്ല് തേക്കുമ്പോൾ എനിക്ക് അടുപ്പുള്ള ഒരാളാണ്. ആ പല്ലിൽ ഒരു അരിച്ചോറ് ആ പല്ലിലുണ്ടായിരുന്നു. ഞാനതിങ്ങനെ കൈകൊണ്ടെടുത്തു. ആ ചോറ് ഞാൻ അവിടെ വെറുതെ ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. ഈ സംസ്കാരമെല്ലാം കഴിഞ്ഞ് ഈ ബോഡി മണ്ണിൽ അടക്കിയ ശേഷം ഞാൻ ആ ചോറ് ഇങ്ങനെ അരിമണി ഞാൻ കൈകൊണ്ടെടുത്തു. അതെടുത്തിട്ട് ഞാൻ ആലോചിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ രാത്രി ചോറുണ്ടുകൊണ്ടിരിക്കെ ഹൃദ്രോഗം വന്നതാണ്. എല്ലാം ഉള്ളിൽ പ്രവേശിച്ചു. ആ ഒരു അരിമണി അകത്തേക്ക് പ്രവേശിക്കാൻ ആരനുവാദം കൊടുത്തില്ല? ദൈവം അനുവാദം കൊടുത്തില്ല. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. പെട്ടെന്ന് 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 മരണപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി, ഈ ജീവിക്കുന്ന മണ്ണ്, ഈ ജീവിക്കുന്ന കടൽ തീരം, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ അഹങ്കരിക്കുന്ന, ആവേശം കൊള്ളുന്ന, വിദ്വേഷം പറയുന്ന, കരുത്ത് കാണിക്കുന്ന നമ്മുടെയൊക്കെ ഭൂമിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, ഇത് മരിച്ചവരുടെ ഭൂമിയാണ്. മരിച്ചവരുടെ ഭൂമി. അത് മരിച്ചവരുടെ ഭൂമിയാണെന്ന് പറയാൻ കാരണം എന്താ? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മനുഷ്യരാണ് മരിച്ച് ഈ മണ്ണിൽ ചേർന്നിട്ടുള്ളത്.
എത്രയോ കോടി മനുഷ്യരുടെ ചിതാഭസ്മമാണ് ഈ കടലിന്റെ വെള്ളത്തിൽ അഗ്നിയായി ജീവനായി ഒക്കെ അലിഞ്ഞു ചേർന്ന് ഇതിൽ ലയിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ വാവ് വരുമ്പോൾ കടൽ തീരത്ത് ചെന്ന് നിന്ന് നമ്മൾ പിതൃക്കളെ കൈകൊട്ടി വിളിച്ച് അവർക്ക് ഈ പറയുന്ന നൈവേദ്യങ്ങൾ അർപ്പിക്കുന്നു, അവർക്ക് ചെയ്യുന്നു. കാരണം എന്താ? ഈ കടലിന്റെ ഉള്ളിലുമുണ്ട് നമ്മുടെ പൂർവ്വപിതാക്കളുടെ ആത്മാക്കൾ. അതുകൊണ്ട് നമ്മളാരും വിചാരിക്കുന്ന പോലെ നമ്മൾ അഹങ്കാരത്തിന് പറയും ഇതെന്റെ മണ്ണ് അല്ല, ഇത് നിന്റെ മണ്ണല്ല, ഇത് നിന്റെ മണ്ണല്ല. ആ നിന്റെ മണ്ണല്ലെന്ന് പറയുന്നതിന് ഭൂമി വന്ദനം എന്ന് പറയുന്ന മനോഹരമായ ഒരു ശ്ലോകം ഹൈന്ദവ മതവിശ്വാസത്തിലുണ്ട്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം സ്വമേഹ. എന്താ അതിന്റെ അർത്ഥം? സമുദ്രവസനേ ദേവി, സമുദ്രത്തെ ധരിച്ചിരിക്കുന്ന ദേവിയെ, ഭൂമിദേവിയെ, സമുദ്രത്തെ വഹിച്ചിരിക്കുന്ന ഭൂമിദേവിയെ, പിന്നെയോ പർവ്വതങ്ങളെ കുണ്ടലങ്ങളാക്കിയിരിക്കുന്ന, അങ്ങനെ മാടിയിരിക്കുന്ന ദേവി വിഷ്ണുപത്നി നമസ്തുഭ്യം, വിഷ്ണുവിന്റെ ഭാര്യയെ, വിഷ്ണുദേവന്റെ ഭാര്യയെ നമസ്കരിക്കുന്നു. തീർന്നില്ല, പാദസ്പർശം ക്ഷമസ്വമേ, ഞാൻ ഈ കാല് ഇതിൽ തൊടുന്നതിന് എന്നോട് ക്ഷമിക്കണേ. എന്താ പ്രയോഗം? ഈ ഭൂമിയിൽ കാല് തൊട്ട് നടക്കുന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. പ്രവാചകന്റെ വചനം സമാനമായ ഒരെണ്ണമുണ്ട്. നിങ്ങൾ ഈ ഭൂമിക്ക് മേൽ അഹങ്കാരത്തോടെ നടക്കരുത്, നാളെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കിടക്കേണ്ടവരാണ്. മതങ്ങളുടെ സാരാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എല്ലാ മതങ്ങളും നൽകുന്ന സന്ദേശം ഏകദേശം സമാനമാണ്. അത് പറയാനുള്ള വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാത്തതാണ്. ഞാനിതൊക്കെ പറയാൻ വേണ്ടി വായിച്ച് ഞാൻ ചെല്ലുമ്പോൾ ഇത് തന്നെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. അത് തന്നെയല്ലേ ഇതും മറ്റൊരു രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഈ മനോഹരമായ സമുദ്രത്തിനെ വസ്ത്രമായി ഉപയോഗിച്ചിരിക്കുന്ന ദേവി, ഈ പർവ്വതങ്ങളെ കുണ്ടലങ്ങളായി ഉപയോഗിച്ചിരിക്കുന്ന ദേവി, വിഷ്ണു ഭഗവാന്റെ പത്നി, എന്റെ പാദം ഈ കാല് ഈ മണ്ണിൽ തൊടുന്നതിന് എന്നോട് ക്ഷമിക്കണേ. നമ്മളൊക്കെ എന്തൊരു അഹങ്കാരത്തോടാണ് ഈ ഭൂമിയുടെ മേൽ നടക്കുന്നത്. ഞാൻ വാങ്ങിച്ചിട്ട മണ്ണ്, ഞാൻ വാങ്ങിച്ചിട്ട ഇത്. ഒരു കഥ കൂടി പറഞ്ഞുതരാം. സമയമുണ്ടോയെന്നറിയില്ല, സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. പണ്ടൊരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആള് അയാളെ കബറടക്കാനായി ഒരു കുഴിയെടുത്തു ഒരു പള്ളിയിൽ, അയാളുടെ വീടിൻ്റെ അടുത്ത്. അയാളുടെ അനിയൻ ഒരു അഹങ്കാരിയായിരുന്നു. ഈ മരണപ്പെട്ട ആളിൻ്റെ ഭാര്യ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അയാൾ ഗൾഫിൽ വെച്ചാണ് മരിച്ചത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ പിതാവ് ചെന്ന് ഈ അഹങ്കാരിയായ അനിയനെ കണ്ടു. കണ്ടിട്ട് ഈ അനിയനോട് പറഞ്ഞു, ഈ പെൺകുട്ടിയും മക്കളും താമസിക്കുന്നത് ഇന്ന സ്ഥലത്തല്ലേ, അവിടെ ഞാനൊരു ഖബറിടം ഒരുക്കട്ടെ ഈ ആളിനെ കിടത്താൻ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഉണ്ടാക്കിക്കോ. അപ്പൊ അയാൾ വിചാരിച്ചു അത് ഉണ്ടാക്കുന്നത് നിർത്തും, ഇവിടെ ഉണ്ടാക്കിയാൽ, കാരണം ഒരാളല്ലേ ഉള്ളൂ മരിച്ചത്, അപ്പൊ അവിടെ അടയ്ക്കാൽ. അയാൾ ഇവിടെ വന്ന് ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ അവിടെ വീണ്ടും ഉണ്ടാക്കുന്നു. വീണ്ടും പോയി അയാൾ ചെന്നപ്പോൾ അയാൾക്ക് ഈ അനിയൻ പറഞ്ഞു, ഇതെന്റെ ജ്യേഷ്ഠനെ ഖബറടക്കാനുള്ള കുഴിയാണ്. അപ്പൊ അവിടെ അത് ഏതോനെങ്കിലും അടക്കിക്കോളാൻ പറഞ്ഞു. അയാൾ സങ്കടപ്പെട്ട് തിരിച്ചു വന്നു. അന്ന് ഗൾഫിൽ നിന്ന് ബോഡി കൊണ്ടുവരുമോ, ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. വണ്ടിയിൽ വന്നിട്ട് ഒരു പള്ളിയുണ്ടല്ലോ വരുന്ന വഴിക്ക്, തിരുവനന്തപുരം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ മുസ്ലിം പള്ളി, കടുവാപ്പള്ളി എടുത്ത് വന്നപ്പോൾ ഒരു ടെലിഫോൺ ബൂത്തിൽ വിളിക്കാനായിട്ട് ഈ അനിയൻ ഇറങ്ങി ടെലിഫോൺ ബൂത്തിൽ പോയി ഫോൺ ചെയ്തു, ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. തിരിച്ച് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി ഇടിച്ചു, അനിയൻ മരിച്ചു. എന്തു ചെയ്തു? അവൻ അഹങ്കാരത്തോടെ വെട്ടിയ കുഴിയിൽ അയാളെ ഇറക്കി. ഈ പിതാവ് സങ്കടപ്പെട്ട കുഴിയിൽ ആ പിതാവിൻ്റെ മകളുടെ ഭർത്താവിനെ അടക്കി. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചെറിയ ആഞ്ഞിലിക്ക് വേണ്ടി ചേട്ടനും അനിയനൂടെ വടിയിട്ട് വഴക്കിട്ട് ഭയങ്കര വഴക്ക്. പണ്ട് നാട്ടിൻപുറത്ത് ഈ വഴക്കെല്ലാം ഉണ്ടാക്കുന്നത് കാക്കയുടെ പണിയായിരുന്നു. കാക്കയാണ് ഈ വേലി വന്നിരുന്ന് ഈ ആഞ്ഞിലിക്ക കാഷ്ടിക്കുന്നത്. ഇപ്പോൾ വഴക്ക് തുടങ്ങിയപ്പോൾ കാക്കയെല്ലാം പാമ്പേഴ്സ് കെട്ടാൻ തുടങ്ങി. അതോടുകൂടി ഇപ്പം ആ വഴക്കില്ല. ഇപ്പം കാക്ക പോലും ഇരിക്കാനൊക്കത്തില്ല ആരുടെയും വീട്ടിൻ്റെ മേളിൽ. ഞാൻ തമാശ പറയല്ല, എല്ലാവരുടെയും മതിലിൻ്റെ മേളിൽ മുട്ടൻ കമ്പിയ, ഗേറ്റിൻ്റെ മേളിലും കമ്പിയ. നമ്മൾ ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടുന്ന് പാവപ്പെട്ടവർ വള്ളവും കൊണ്ട് എന്നപ്പം അമ്മാമ്മ മേളിൽ നിൽക്കുക പെട്ടിയും പിടിച്ചോണ്ട് ഇങ്ങനെ.
വള്ളം വാ എന്നാ പറയുന്നത്. പക്ഷെ വള്ളം അങ്ങോട്ട് കയറാനൊക്കത്തില്ല. ഈ വള്ളക്കാരൻ്റെ അങ്ങ് അവിടം വരെ കയറുന്ന കമ്പി വീടിൻ്റെ മേളിൽ ഇങ്ങനെ ഭയങ്കര ഉയരത്തിൽ ഇങ്ങനെ വെച്ച് സ്ഥാപിച്ചു വെച്ചിരിക്കുക. അവൻ്റെ പള്ളയ്ക്ക് കയറി ആ വള്ളം പൊട്ടും. അമ്മ എന്താ ചെയ്തത്? വെള്ളം കയറി തുടങ്ങിയപ്പം വന്ന് ഗേറ്റ് താക്കോലിട്ട് അങ്ങ് പൂട്ടി. ഇനി ഒട്ടും വെള്ളം കയറരുതെന്നും പറഞ്ഞു. അന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താ? വിമാനത്തിൽ പോകാൻ മാർഗമുള്ളവര് മുട്ടൻ പശുവിന് കാടി കൊടുക്കുന്ന ചരുവത്തിൽ പോയി. ചരുവത്തിൽ പോകാൻ മാർഗമില്ലാത്തവര് ഹെലികോപ്റ്ററിൽ പോയി തിരുവനന്തപുരത്ത് ഇറങ്ങി. ഒരമ്മയെങ്ങാണ്ട് ഹെലികോപ്റ്ററിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആ പറയുന്ന സംഭാഷണം അന്ന് നമ്മൾ കേട്ടതാ. പിന്നെ ഈ ദുരന്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ പൊക്കി അങ്ങ് കൊണ്ടുപോയി മോളെ, അവിടെ കൊണ്ടുവന്ന് ആ ചരടിനകത്തൂടെ ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ വീടുകളിലെ സ്ഥിതി അതാ. ഞാൻ സത്യസന്ധമായി പറയാം, നിങ്ങളുടെ അടുത്തൊക്കെ പറയാം, നിങ്ങളൊക്കെ ഭക്തരാ. തൊട്ടടുത്ത വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നിങ്ങളുടെ എല്ലാം വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ട് കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? വരുന്നവരെ വാഹനം വിടാൻ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഏതെങ്കിലും പാവപ്പെട്ടവന്മാർ കടത്തിണ്ണയിലിരിക്കുന്ന സ്ഥലത്ത് വെച്ച് സംഭവിക്കണേ പടച്ചോനെയെന്ന്. എന്താന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവന്മാർ ഓടി വന്ന് എടുത്ത് നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പണക്കാരെ സ്ഥലത്ത് വെച്ചാണെങ്കിലോ അവന്മാർ ഇടിയുടെ ആഘാതം, വെലോസിറ്റി, സ്പീഡ്, വൈബ്രേഷൻ, കാലിബ്രേഷൻ ആൻഡ് സെലിബ്രേഷൻ എടുത്തിട്ട് അവരവരെ വഴിക്ക് പോകും. ഈ പാവപ്പെട്ടവർ ഈ സമൂഹത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അമ്പലത്തിൽ നിന്ന് പറഞ്ഞുകൂടാമെങ്കിലും നമ്മൾ ചിലപ്പോൾ അടുത്ത് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഭക്തനേക്കാൾ പാവപ്പെട്ടവൻ കള്ളു കുടിക്കുന്നവനാണെന്ന് തോന്നിപ്പോവും കേട്ടോ. ക്ഷമിക്കണേ. കാരണം അവൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. രണ്ടടിച്ചാലും വേറൊരുത്തൻ്റെ മുണ്ടുരിഞ്ഞു പോയാൽ അവൻ്റെ മുണ്ടങ്ങ് പോയാലും മറ്റവൻ്റെ മുണ്ട് ഉടുപ്പിച്ചു കൊടുക്കും. ഈ ഭക്തനെന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ ഈ ഭക്തൻ്റെ അല്ല, എല്ലാ മതത്തിലെയും ഭക്തനാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. അവരെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് പോന്ന കണ്ടാൽ പിന്നെ വെച്ചിട്ടാരും ഇല്ലെന്നുള്ള രീതിയിൽ ഒരസ്വസ്ഥതയും സഹിക്കാനൊക്കത്തില്ല ഒരു ഭക്തന്. ഞാൻ തന്നെ ആലോചിക്കും, ശബരിമല ക്ഷേത്രം ഞാൻ വളരെ മനോഹരമായി ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരു ഫിലോസഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഫിലോസഫി എന്താ? ശബരിമല ക്ഷേത്രം, ഒരു ഭക്തൻ വ്രതമനുഷ്ഠിക്കുന്നു. വ്രതമനുഷ്ഠിച്ച് ആ വ്രതത്തിൻ്റെ ഒടുവിൽ പോകാൻ നേരത്തെ ആൾക്കാരെ എല്ലാം വിളിച്ച് ആഹാരം കൊടുക്കുന്നു. എന്നിട്ട് അവൻ ത്യാഗപൂർണമായി പോകുന്നു. അവിടെ ചെന്ന് വരിയിൽ നിന്ന് ഭഗവാൻ അയ്യപ്പനെ കാണാനായിട്ട് കയറാൻ നിൽക്കുമ്പോൾ കുറച്ച് മിടുക്കന്മാരായ ആളുകൾ വന്ന് ക്രോസിൽ കയറി ദൈവത്തെ കണ്ടിട്ടങ്ങ് പോകുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ഞാൻ ആലോചിച്ചിട്ട് അത് ഇഷ്ടപ്പെടത്തില്ല. യഥാർത്ഥ ഭക്തൻ എന്താ? ത്യാഗത്തോടുകൂടി ഈ സംഗതി ചെയ്യാൻ തയ്യാറാവണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ധുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചുട്ടുപഴുത്ത ഒരു ലോഹത്തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളിയെപ്പോലെ ക്ഷണികമാണ് ജീവിതം. എത്ര മനോഹരമായ പ്രയോഗമാണ്! ചുട്ടുപഴുത്ത വെള്ളത്തുള്ളിയിൽ ഒരു ലോഹത്തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളി. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? എന്നൊരു സൗണ്ട് കേൾക്കും. തീർന്നു. ഇത് വെള്ളത്തിന് മാത്രമല്ല, നമ്മൾ റോഡിലൊക്കെ പോയാൽ ചില സൂപ്പർ ഫാസ്റ്റ് പോകുമ്പോൾ ചില ഊന്ത് മസിൽ പിടിക്കും റോഡിൻ്റെ നടുക്കിരുന്ന്. ഇങ്ങനെ പിടിക്കുന്ന കണ്ടാൽ തോന്നും ഇപ്പം ഈ സൂപ്പർ ഫാസ്റ്റിനെ എടുത്ത് മറിക്കുമെന്ന്. സൂപ്പർ ഫാസ്റ്റ് കയറി ഇറങ്ങി അങ്ങ് പോകുമ്പം ഒരു ചെറിയ നനവ് കാണും. 2 ബസ്സൂടെ പോകുമ്പോൾ നനവുമില്ല. നമ്മളൊക്കെ ഈ ഭൂമിയിൽ കാണിക്കുന്നത് ഈ ഊന്ത് മസിൽ പിടിക്കുന്ന പോലെ. ഞങ്ങളുടെ അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പൻ ആരെയും വെച്ചിട്ടില്ലായിരുന്നു. ഇതിലേ കൂടെ പോകുന്നവരെ എല്ലാം എടുത്ത് അപ്പൂപ്പൻ കായലിലിടുമായിരുന്നു. അപ്പൂപ്പൻ എന്തേ? വീടിൻ്റെ പുറയത്ത് പിടിച്ചോണ്ട് പോയി തെങ്ങ് കാണിച്ചേച്ച് പറയും ഇതാണ് അപ്പൂപ്പൻ. അന്ന് അപ്പൂപ്പൻ മരിച്ചപ്പം നട്ട തെങ്ങ. പള്ളിയത്ത് പോയി നോക്കിയാലോ, ഉമ്മർ പുലവർ കാട്ടിൽ ഭയങ്കര വാളായിരുന്നു, പക്ഷമായിരുന്നു. പക്ഷേ ഇപ്പം എന്തുവാ? ശാന്തമായി ഉറങ്ങുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ അദ്ദേഹത്തിനുമായിട്ട് വസ്തുവിൻ്റെ വഴക്കുണ്ടാക്കിയ വേറൊരു വലിയ ശത്രു അതിൻ്റെ അപ്പുറത്ത് സമാധാനമായിട്ട് ഉറങ്ങുന്നു. നമുക്കെല്ലാം ശ്മശാനത്തിൻ്റെ അടുത്ത് താമസിക്കാൻ പേടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും. സത്യത്തിൽ മരിച്ചു പോയവർ ഏറ്റവും പാവപ്പെട്ടവരാ. അവരെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. അതുകൊണ്ട് ശ്മശാനത്തിൻ്റെ അടുത്ത് താമസിച്ചാൽ നല്ല മനസമാധാനമാണ്. ഈ മരിച്ചവരാരും ഒരു ഉപദ്രവവും ചെയ്യത്തില്ല. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഇടയ്ക്ക് താമസിക്കുന്നതാ പാട്. അപ്പം അതുകൊണ്ട് വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. തീർന്നില്ല. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എങ്ങനെയാ? ഒരു ചക്ഷുശ്രവണൻ്റെ, ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ ഈ
ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേകത, കണ്ണുകൊണ്ട് കേൾക്കുന്നു എന്നാണ് പറയുന്നത്, അതിന് കാതില്ല. അപ്പൊ കണ്ണുകൊണ്ട് കേൾക്കുന്നവന്റെ വായിലിരിക്കുന്ന ഒരു തവള അത് ഭക്ഷണം തരുവോ ഭക്ഷണം തരുവോ എന്ന് ആർത്തി കാണിക്കുന്നത് പോലെയാണ് മനുഷ്യരായ നമ്മൾ സമ്പത്തിനോട് ആർത്തി കാണിക്കുന്നത്. നമ്മൾ എപ്പോഴാ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പൊ പോവോ നാളെ പോവോ എന്ന് അറിഞ്ഞുകൂടാ. ചില അപ്പാപ്പന്മാർക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിലേ ഒരു 5 സെന്റോ 7 സെന്റോ നിങ്ങളുടെ കയ്യിൽ വെച്ചേച്ച് ബാക്കി വല പിടിക്കാനെന്നും പറഞ്ഞെങ്കിലും അങ്ങ് എഴുതി മക്കൾക്ക് കൊടുത്തേക്കണം. ചിലരിത് കൈവച്ചോണ്ടിരിക്കുക, ഞാൻ മരിക്കുമ്പോൾ ഏത്തോട്ടെ, ഞാൻ മരിക്കുമ്പോൾ ഏത്തോട്ടെ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. മരിക്കുമ്പോൾ ഏക്കാൻ നിങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പ്രമാണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുമോ? പിന്നെ ഈ മക്കളെന്തോ വേണം, നിങ്ങൾ മരിക്കുന്നത് വരെ കാത്തിരിക്കണോ ജീവിക്കാനും ഒരു വീട് വെക്കാനും? ഒരു 5 സെന്റ് 7 സെന്റ് കൈ വെച്ചേക്കണം. എന്താണെന്നറിയാമോ, ഞാൻ നേരത്തെ RKP കാര്യം പറഞ്ഞ പോലെ എപ്പോഴാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്, നിന്റെ തന്തയാണെന്നോ എന്ന് നമുക്ക് തിരിച്ച് ചോദിക്കണമെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു 5 സെന്റ് ഉണ്ടെന്ന് വേണം, ബാക്കി മക്കൾക്ക് എഴുതി കൊടുത്തേക്കണം, അവർ ജീവിക്കട്ടെന്നും പറഞ്ഞു. മരിച്ചു പോകുമ്പോൾ എടുത്തോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല. മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല. കൊണ്ടുപോകാൻ ഒക്കുമായിരുന്നേ 10-60 വയസ്സാകുമ്പോഴേ മൂപ്പിലാമാരെല്ലാം പ്രമാണം ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അങ്ങ് കൊണ്ടുപോയേനെ. അതെങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാനൊക്കത്തില്ല ഇപ്പോഴത്തെ പോക്കിന്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഭക്തനാണോ വിഭക്തനാണോ ആസക്തനാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏത് രജിസ്ട്രാർ ഓഫീസിലാണ്, സ്വർഗത്തിലെ രജിസ്ട്രാർ ഓഫീസിലാണോ നരകത്തിലെ രജിസ്ട്രാർ ഓഫീസിലാണോ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ പറഞ്ഞതുപോലെ സമ്പത്തിനോട് നമ്മൾ കാണിക്കുന്ന ആർത്തി അങ്ങനെയാണ്. പിന്നെന്താ പറയുന്നത്, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഭാര്യയും മക്കളും കുടുംബവും ആളും ഒക്കെയായിട്ടുള്ള ജീവിതം അല്പസമയത്തേക്കേ ഉള്ളൂ. ഇപ്പൊ ഭാര്യയും ഭർത്താവൂടെ ഭയങ്കര സ്നേഹത്തിൽ താമസിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഭർത്താവ് മരിച്ചു. ഇപ്പൊ എല്ലാവരും വീട്ടിൽ വന്ന് കണ്ടിട്ട് ഭാര്യയോട് പറയുക, നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിൽ കഴിഞ്ഞല്ലേ, ഒരു കാര്യം ചെയ്യും, എത്രയോ നാൾ മുമ്പ് നിങ്ങൾ പോയതാ അവിടുന്ന് അച്ഛനെയും അമ്മയോ ഒന്നും നോക്കാതെ, ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടെ വിടിരി, ഞങ്ങളെല്ലാവരും അങ്ങ് പോട്ടെ എന്ന് ചോദിച്ചാൽ ഭാര്യ എന്തോ പറയും, സംഗതിയൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ പേടിയാവും. ആരെടുത്താ? ഈ 10-20 കൊല്ലം ജീവിച്ച മരിച്ച ആളിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുന്നാൽ പേടിയാവും. പിന്നെ ഈ മരിച്ച് ചിലപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ചിലര് അയ്യോ എൻ്റെ ഏട്ടനെ കൊണ്ടുപോകല്ലേ, എൻ്റെ ഏട്ടനെ കൊണ്ടുപോകല്ലേ ഞാനും വരുന്നേ എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുപോകുന്ന ബോഡി അവരവിടെ നിന്നിട്ട് അന്നാതാ ഞങ്ങൾ വരാം നീയൂടെ വാന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞാന്നേ, ഞാൻ വരുന്നില്ലേ എന്ന് കരുതി. അല്ല, എന്നാലും ഞാൻ വരുന്നെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കൈവക്കിയേ. ഞാനങ്ങ് ചേട്ടൻ്റെ കൂടെ പോവാന്ന് പറയുന്നത്. ചേട്ടനൊക്കെ അങ്ങ് പൊയ്ക്കോ, ജീവിച്ചിരിക്കുമ്പോൾ പറയും ചേട്ടനൊക്കെ അങ്ങ് പൊയ്ക്കോ. അങ്ങനൊന്നുമില്ല അമ്മമാരെ. ഈ സ്നേഹവും സന്തോഷവും ഒക്കെ അപ്പനാ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. ആ നഷ്ടപ്പെടലിൻ്റെ ഈ പറഞ്ഞ കഥയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ യൂസുഫ് അലി കച്ചേരി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പാട്ടിൽ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടാണ്. പറന്നു പൂങ്കുയിൽ വിദൂരം വിൺവഴിയിൽ തുണയാരുമില്ലാതെ അവസാനയാത്ര, മടങ്ങാത്ത യാത്ര, മടിയിൽ മരണവുമായി ജനിക്കുന്നു നാം ഇവിടെ, പിരിയേണ്ട നിമിഷം പിറവിയിൽ തന്നെ കുറിക്കുന്നു വിധി. മടിയിൽ മരണവുമായി ജനിക്കുന്നു നാം ഇവിടെ, പിരിയേണ്ട നിമിഷം പിറവിയിൽ തന്നെ കുറിക്കുന്നു വിധി. ജലരേഖ മാത്രമാണീ ജീവിതം, പറന്നു പൂങ്കുയിൽ വിദൂരം വിൺവഴിയിൽ. എങ്ങനെയാ ജനിക്കുന്നതെന്ന് പറയുന്നത്? മടിയിൽ മരണവുമായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ മടിയിലുണ്ട് മരണം.
മനുഷ്യൻ ഓർക്കുന്നവനാണെന്ന് പറയാറുണ്ട്, പക്ഷേ മനുഷ്യൻ മറക്കുന്നവനാണെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ ഈ അടുത്ത സമയത്ത് വലിയൊരു വീട് വെച്ച ഒരു വീട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു. ആ ബോഡി കുളിപ്പിക്കാൻ ഒരു പൈപ്പ് തിരക്കി, ഒരു ദ്വാരം തിരക്കി നടന്നിട്ട് എങ്ങും കിട്ടിയില്ല. അവസാനം ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് വെച്ചാണ് കുളിപ്പിച്ചത്. എന്തേ കാര്യം? എല്ലാം ഒരുക്കിയപ്പോൾ മരിക്കുന്ന കാര്യം മാത്രം മറന്നുപോയി. മടിയിൽ മരണവുമായിട്ടാണ് ജനിക്കുന്നത്. എന്നിട്ടോ ജലരേഖയാണ് ജീവിതം. ഈ ഓരോ തിരമാലയും തിരയെ ചുംബിച്ചു മടങ്ങുമ്പോൾ പിന്നൊന്നും അവശേഷിക്കാത്തതുപോലെ നമ്മുടെ അച്ഛനെ ഓർമ്മയുണ്ട്, അച്ഛൻ്റെ അച്ഛനെ ഓർമ്മയുണ്ട്. അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ചെറിയ ഓർമ്മ. അതിനപ്പുറത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഓർമ്മയില്ല. അതിനപ്പുറത്തും ഒരു അച്ഛനുണ്ടായിരുന്നു, ഓർമ്മയില്ല. അങ്ങോട്ടങ്ങോട്ട് അച്ഛന്മാരുണ്ടായിരുന്നു, ഓർമ്മയില്ല. നാളെ നമ്മളും മറക്കപ്പെടേണ്ടവരാണ്. ഈ നിമിഷവും മറക്കപ്പെടുന്നതാണ്. ഈ ഇരിക്കുന്നവർ അടുത്ത വൃശ്ചികോത്സവ സമയത്ത് നമ്മളിൽ എത്ര പേർ ഇതുപോലെ ആരോഗ്യത്തോടെ? നിശ്ചയമില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ കാട്ടിലമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ വരുമ്പോൾ, അന്ന് കമ്പനി സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ നേർക്ക് നേരെ നിന്ന പലരെയും കാണാനില്ല. കുറേ പേർ കിടക്കയിലാണ്, കുറേ പേരെ മരണം കൂട്ടിക്കൊണ്ടുപോയി. തീർന്നില്ല. യൂസുഫ് അലി കച്ചേരി പറയുന്നത് ഭീഷ്മാചാരി എന്ന സിനിമയിലാണ്. പ്രിയനും പരിജനവും ചിതയുടെ സീമ വരെ, ഉടലിൻ്റെ തിളക്കം ഉയിരിന്നാളം ജ്വലിക്കും നാൾ വരെ. പ്രിയനും പരിജനവും ചിതയുടെ സീമ വരെ, ഉടലിൻ്റെ തിളക്കം ഉയിരിന്നാളം ജ്വലിക്കും നാൾ വരെ. അഭയാർത്തിയാണ് ജീവനീയുലകിൽ പറന്നു പൂങ്കുയിൽ, വിദൂരം നിൻ വഴിയിൽ തുണയാരുമില്ലാതെ അവസാന യാത്ര, മറക്കാൻ മടങ്ങാത്ത യാത്ര. പ്രിയനും പരിജനവും ചിതയുടെ തൊട്ടടുത്ത് വരെ, പള്ളിക്കാട്ടിൽ വരെ, കബറിടം വരെ, അതിന് തൊട്ട് മുൻപ് വരെ. അവസാനമായി നമ്മളെ ഇങ്ങനെ കിടത്തി, ചലിക്കാത്ത ശരീരം നിവർത്തി കിടത്തി, നേരെ കിടത്തിയിട്ട് നമുക്ക് വായ്ക്കരിയിടുന്ന ഒരു രംഗമുണ്ട്. ഇസ്ലാം മതത്തിലാണെങ്കിൽ കബറിനകത്ത് വെച്ചിട്ട് പിടിമണ്ണുണ്ട ഉരുട്ടി പെരടിക്ക് വെക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ചാണെന്ന് പറയാറുണ്ട് മനുഷ്യന്റെ ആശ പൂർത്തിയാവുന്നത്, ആഗ്രഹം പൂർത്തിയാവുന്നത്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എന്ന് ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ ഒരു സഹോദരൻ വിളിക്കുന്നത് പോലെ വിളിച്ചിട്ട് നിങ്ങളോട് പറയാണ്, അല്പമാത്രമായ ജീവിതമാണ്. നമ്മുടെ എല്ലാ പരിജനവും നമ്മൾ നേടുന്നതെല്ലാം ചിതയുടെ അടുത്ത് വരെ മാത്രമേ ഉള്ളൂ. ഉടലിന്റെ തിളക്കം ഉയിരിന്നാളം ജ്വലിക്കും നാൾ വരെ. നമ്മുടെ ഈ ശരീരത്തിന്റെ തിളക്കം അതൊരഗ്നിയായി നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ എരിഞ്ഞു തീരുന്ന ഒരു നാളത്തിന്റെ പ്രകാശം, അതിന്റെ വലയം, അവസാനം കുറച്ച് ഭസ്മം, ഏതെങ്കിലും ഒന്ന് രണ്ട് എല്ലിന്റെ ഭാഗം. ഏറ്റവും വലിയ ചരിത്രമുറങ്ങിയവൻ വിടവാങ്ങുകയായി, യാത്രയാകുകയായി, എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുകയായി. പിന്നെ അവൻ ഈ സമ്പാദിച്ച സ്വത്ത് വേണ്ട, അവന്റെ ഭൂമിയിലെ ഡിഗ്രി വേണ്ട, അവന്റെ സ്ഥാനമാനങ്ങൾ വേണ്ട, അവന്റെ പ്രതാപവും പ്രതാപശാലിയും ഒന്നുമില്ല. നിഷ്കളങ്കനായി, നിഷ്കാമകർമ്മനായി നിവർന്നേ കിടക്കുന്നു. അന്ത്യം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും, അവസാനം നന്നാകാൻ വേണ്ടി. അന്ത്യമാണ് പ്രധാനം. ഒരു മത്സരം നടത്തിയാൽ അതിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു അവിടെയാണ് പ്രധാനം. കലിപ്പും വിദ്വേഷവും ദേഷ്യവും വഴക്കും വക്കാണവും ഏറ്റുമുട്ടലും വിദ്വേഷവും എല്ലാം ഈ 12 ദിവസത്തെ ഭജനപ്പന്തലിൽ സ്വയം എറിഞ്ഞ് കത്തിച്ച് തകർത്ത് തീർക്കണം. മുറിച്ച ബന്ധങ്ങളെ ചേർത്ത് വെക്കണം. പിണങ്ങിയിരിക്കുന്ന സഹോദരന്മാരെ വിളിക്കണം, അവരുടെ മുന്നിൽ തോറ്റുകൊടുക്കണം. അവസാനം നമ്മളെല്ലാവരും തോൽക്കേണ്ടവരാണ്. മുമ്പും പുറവുമായി തോറ്റ് കിടക്കുന്ന ഒരു കിടത്തയുണ്ടിങ്ങനെ. ഒന്നുമില്ല, കൈതേ ഇങ്ങനെ തുറന്നിരിക്കുന്നു. അങ്ങനെ തുറന്നിരിക്കുമ്പോ മരണത്തിന്റെ ജീവിതത്തിന്റെ തുടർച്ചയാണ് മരണമെന്നുള്ള ഓർമ്മ വേണം. മരിക്കുന്നതോടുകൂടി ആരും മഹാന്മാരാവുന്നില്ല. പണ്ടൊരു പലിശയ്ക്ക് കൊടുപ്പുകാരൻ മരിച്ചപ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ കൈകൾ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് വെക്കണം, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് എല്ലാവരും അറിയട്ടെ. അങ്ങനെ കൈ പുറത്തേക്ക് വെച്ചു. നാട്ടുകാരങ്ങനല്ല പറഞ്ഞത്, തിരിച്ചു പറഞ്ഞു, മരിച്ചിട്ടും അവൻ്റെ ആർത്തി തീർന്നില്ല, ദേ ഇപ്പോഴും കൈ നീട്ടിക്കൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പണ്ടൊക്കെ മരിച്ചാൽ പെട്ടെന്ന് നടക്കുമായിരുന്നു. ഇപ്പൊ ഐസ് വെട്ടിക്കകത്ത് വെക്കും. ഐസ് വെട്ടി വെക്കുമ്പോൾ തണുപ്പ് കൊണ്ട് വായി ഇങ്ങനെ പിളുങ്ങിയിരിക്കും.
അപ്പം പറയും നല്ല മരണം, അപ്പച്ചൻ ചിരിച്ച പോലെ കിടക്കുന്നു. അത് ചിരിച്ച പോലെ കിടക്കുന്നതല്ല, ഐസ് പെട്ടി കൊണ്ട് തണുത്ത് ഇങ്ങനെ മോഹൻലാലിൻ്റെ കൂട്ട് മുഖം ഇരിക്കുന്നതാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യമില്ല, നന്മ കൊണ്ട് ചിരിക്കാനാവണം. നമ്മുടെ ഉയിരിൻ്റെ തിളക്കം അത്രയേ ഉള്ളെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അവസാനമായി ഒരൊറ്റ, എൻ്റെ രാവിലെ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒറ്റ 4 വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയുമോ, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിഴതേടി വരുന്ന പാവത്തിൽ കാണാം പടച്ചവന്. ഇത് യൂസുഫ് അലി കച്ചേരിയുടെ വരിയാണ്. ഏതൊന്നറിഞ്ഞാലാണോ ആ വേദം വിശപ്പാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഏറ്റവും വലിയ വേദഗ്രന്ഥം വിശപ്പാണ്. കാരണം വിശപ്പിനോളം വലിയ വേദമൊന്നുമില്ല. നമ്മളൊക്കെ വലിയ ഭക്തരാണ്, പക്ഷെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കൂല, ഒരു പാവപ്പെട്ടവനൊന്നും കൊടുക്കൂല, വാങ്ങിച്ചാൽ ഒട്ടും കൊടുക്കൂല. നടന്ന് പറയുന്നത് മൊത്തം വിദ്വേഷം, നടന്ന് പറയുന്നത് മൊത്തം വൈരാഗ്യം. എവിടെ ഇട്ടാലും ഇല്ലെന്ന് 5 കഴിക്കുന്നത് പോലെ എവിടെ കൊണ്ടിട്ടാലും അവിടെ എല്ലാം പ്രശ്നം, വഴക്ക്. അല്ല, ഏറ്റവും വലിയ വേദം വിശപ്പാണ്. ആ വിശപ്പാണ് വേദമെന്ന് തിരിച്ചറിഞ്ഞാൽ പൈക്കുന്ന പള്ളക്കിടതിയേരി വാടുന്ന, ഈ പൈക്കുന്ന വിശക്കുന്ന വയറിന് ഇരതേടി പോകുന്ന പാവത്തിന്റെ മുഖത്ത് കാണാം ദൈവത്തെ. അവന്റെ മുഖത്താണ് ദൈവത്തെ കാണേണ്ടത്. ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഒരു സത്രമുണ്ട്. ആ സത്രത്തിൽ RKP സാക്ഷിയാണ്, ഞാൻ RKP വന്നിട്ടുള്ളതുകൊണ്ട്. ആ സത്രത്തിൽ 2 ആൺമക്കൾ. അമ്മ ദൂരെ എവിടെയോ ജോലി, അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഒരു രാത്രി എന്നെ കരുനാഗപ്പള്ളി MLA CR മഹേഷ് സാറ് വിളിക്കുന്നു, ഇക്കാ 2 ചെറുപ്പക്കാരെ ഞാൻ കണ്ടു, അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല, നല്ല മക്കള്, ഒരു പുക പോലും വലിച്ചിട്ടില്ല, അവന്റെ പല്ലൊക്കെ കാണണം, അവനെ വിളിച്ച് കാണണം, അവനെ ഒന്ന് സഹായിക്കണം. ഫോൺ നമ്പർ തന്നു, ഞാൻ അവനെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ചോദിച്ചു, നിനക്ക് ഡ്രസ്സ് വേണോ, പാൻറ് വേണോ, ഉടുപ്പ് വേണോ? അവൻ പറഞ്ഞു, ഒന്നും വേണ്ട സാർ, ഞാൻ പണിക്കൊക്കെ പോകുന്നുണ്ട്, എൻ്റെ അനിയൻ പഠിക്കുന്നുണ്ട്, ഞാനും പഠിച്ചതാ, അമ്മ ജോലിക്കാ. സാർ ഒരു കാര്യം ചെയ്യണം, എനിക്കൊന്നും തരണ്ട, സാറിൻ്റെ കയ്യിലുള്ള കാശ് ഒരു ഹോട്ടലിൽ ഏൽപ്പിക്കണം. എൻ്റെ അനുജൻ ഒരു നേരെ ആഹാരം കഴിക്കുന്നുള്ളൂ, അവൻ ഒരു നേരവും കൂടെ ആഹാരം കഴിക്കണം. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കളയുമ്പോൾ, ഇന്നത് വേണ്ടാന്ന് പറയുമ്പോൾ, എൻ്റെ അനുജൻ ഒരു നേരെ ആഹാരം കഴിക്കുന്നുള്ളൂ, ഒരു നേരം കൂടി അവൻ ആഹാരം കഴിക്കാൻ ആ ഹോട്ടലിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവനെ ഞങ്ങളൊരു ഓണത്തിന് വിളിച്ചായിരുന്നു. ആ കഥ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ബാക്കി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ വിശക്കുന്നവൻ്റെ മുഖത്ത് കാണണം ദൈവത്തെ. ഇവിടൊക്കെ നമ്മൾ ചെയ്യുന്നത് തിയറിയാണ്, ഇവിടൊക്കെ നമ്മൾ പഠിക്കുന്നത് പുസ്തകമാണ്, വേദമാണ്. നമ്മൾ നമ്മളെ രൂപപ്പെടുത്തുകയാണ്. അത് കർമ്മങ്ങളിലൂടെ മനുഷ്യബന്ധങ്ങളിൽ തിരിച്ചറിയണം. വിശക്കുന്നവന് നൽകണം, കഷ്ടപ്പെടുന്നവനോടൊപ്പം നിൽക്കണം, മുടന്തന് കാലാവണം, കണ്ണില്ലാത്തവന് കാഴ്ചയാകണം, ശബ്ദമില്ലാത്തവന് ശബ്ദമാകണം, വിശക്കുന്നവൻ അന്നമാകണം. മാനവസേവയാണ് മാധവസേവ. കുറച്ച് ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് ഭക്തനെ കത്തിക്കുന്നതും ഭക്തി ഇല്ലാത്ത ആളിനെ കത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ വിദ്വേഷിയെ കത്തിച്ചാൽ പടപടപടാന്ന് കുറച്ചുകൂടെ പൊട്ടു എന്നുള്ളതാണ്. കാരണം അവൻ്റെ കുമിളയൊക്കെ കുറച്ചുകൂടെ പൊട്ടും. വിദ്വേഷം പറഞ്ഞതുകൊണ്ട് എന്താണ്, എന്ത് നേടുന്നു? കുറച്ചു പേരെ ആക്ഷേപിച്ചു, കുറച്ചു പേര് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഒന്നും നേടുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല ഭക്തരായി മാറണം. ഈ 12 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ സമ്പാദിക്കേണ്ടത് യഥാർത്ഥ ഭക്തിയാണ്, ജീവിതത്തിൽ കുറച്ച് മൂല്യങ്ങളാണ്, കുറച്ച് മാറ്റങ്ങളാണ്. അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ്, വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അവർ ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ആ ക്ഷണിച്ചത് തന്നെ അവർക്ക് ഒത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി. അതൊന്നും കാര്യമില്ല, മനുഷ്യ സഹജമാണ് ജീവിതമൊക്കെയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, ഞാൻ ഇത്രയും അടുത്തുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാട്ടിലമ്പലത്തിൽ. ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ എപ്പോഴും പോകാറുണ്ട്. പരബ്രഹ്മക്ഷേത്രം എൻ്റെ ഒരു വൈബാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മണ്ണ് വിയർക്കുന്ന, മണ്ണ് പറ്റുന്ന, മതിലുകളില്ലാത്ത വിശാലമായ ഒരു ക്ഷേത്രം പരബ്രഹ്മക്ഷേത്രം. പിന്നെ കോയിവിള ക്ഷേത്രത്തിൽ 1-2 തവണ പോയിട്ടുണ്ട്.
പക്ഷെ ആദ്യമായിട്ടാണ് ഈ കാട്ടിൽ ഈ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലം മുതലേ ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ പറഞ്ഞതൊക്കെയും ജീവിതത്തിൽ ഗുണകരമാകണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വൈദിക, തന്ത്രിക, മാന്ത്രിക ഇതൊന്നും പഠിച്ചിട്ട് കുറച്ച് കുറച്ച് ഈ ഈ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങൾ ചെല്ലുന്നതിലോ ഒന്നുമല്ല. മനുഷ്യ ജീവിതത്തിന് ഉദാഹരണമായി തീരുന്നതിലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നല്ല മനുഷ്യരായി മാറുക. ആ മനുഷ്യരിൽ ദൈവം കുടികൊള്ളും. യഥാർത്ഥ ഭക്തൻ യഥാർത്ഥ മനുഷ്യനാണ്. യഥാർത്ഥ മനുഷ്യനായി തീരുന്നതിലൂടെ യഥാർത്ഥ ഭക്തനായും നമ്മൾ മാറുന്നു. ഭക്തി പ്രകടിപ്പിച്ച് കപടഭാവമൊക്കെ കാണിച്ച് നമ്മളെ വെച്ചിട്ട് ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ദൈവത്തിനറിയാം. ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അവസാനം മരിച്ചു പോകേണ്ടവരാണ്. നമുക്ക് മരിക്കുമ്പോൾ അഭിമാനത്തോടെ മരിക്കാനാവണം, സന്തോഷത്തോടെ മരിക്കാനാവണം. ആരുടെയൊന്നും പിടിച്ചു പറിക്കാൻ നിൽക്കരുത്, മോഷ്ടിക്കാൻ നിൽക്കരുത്, കട്ടെടുക്കാൻ നിൽക്കരുത്, അഴിമതി നടത്തരുത്, കൈക്കൂലി വാങ്ങരുത്. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ പറയാൻ ഞാൻ സന്തോഷത്തോടെ പറയുന്നത് എന്താ പറയുക, ഇവിടെയൊക്കെ എനിക്ക് പറയാം. എൻ്റെ 10-18 വർഷക്കാലത്തെ ജീവിതം ഈ മണ്ണിലും ഇതിൻ്റെ പരിസരത്തും ഇതിൻ്റെ ചുറ്റുപാടുകളിലുമായിരുന്നു. അപ്പം അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന കണക്കെടുക്കുമ്പോൾ, പോകാൻ നേരം കണക്ക് കൂട്ടുമ്പോൾ, വലിയ സമ്പാദ്യവും മിച്ചവും ഒരുപാട് കാശും സമ്പത്തും സ്വത്തും ഒന്നും ഇല്ലെങ്കിലും കണ്ടു, കരഞ്ഞവരോടും വിശന്നവരോടും ഒക്കെ നീതി കാണിച്ചു, കരുണ കാണിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്തു, സഹായിക്കേണ്ടവരെ സഹായിച്ചു, എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത്രയൊക്കെ മതി, അത്രയൊക്കെ പറ്റുള്ളൂ. അതിനപ്പുറത്തൊന്നും നമ്മുടെ ജീവിതം കൊണ്ട് സമയമില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഇത്രയും പേരെങ്കിലും, നിങ്ങൾ ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇത്രയും ആളെങ്കിലും ഈ വന്നിരുന്നത്. സാധാരണ നമ്മുടെ അടുത്ത് പ്രസംഗിക്കാൻ പോകുന്നവർക്ക് 10,000-കണക്കിന് ആൾ കാണുമെന്നൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ അവരെല്ലാം പല സ്ഥലത്ത് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും, പിന്നെ എൻ്റെ സഹപ്രവർത്തകരായ പലരും ഇവിടെ ഭജനയായിട്ട് വീടുകളിലും മുറികളിലൊക്കെ കഴിയുന്നവരുണ്ട്. നമ്മുടെയൊക്കെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും ജാതിയും മതവും കൊണ്ട് നമുക്ക് മുറിക്കാൻ കഴിയുന്നതല്ല. ഒന്നാമത്തെ വൃശ്ചികത്തിൻ്റെ തലേന്ന് ഭയങ്കരമായ മഴ പെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞാൻ ദിനേശനെ വിളിച്ചു. ദിനേശ് ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല. എങ്ങനെയുണ്ട് ക്ഷേത്രത്തിൽ? ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ കടുത്ത മഴ. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, അമ്പലത്തിൽ കിടക്കുന്ന കുറേ മനുഷ്യർ. രാവിലെ വിനോദിനെ വിളിച്ചു, ഓച്ചറ അമ്പലത്തിൽ. എങ്ങനെയുണ്ട് വിനോദേ? ഈ പറയുന്ന പോലെ ഒരു മതവും മനുഷ്യരും നശിക്കുന്നത് കൊണ്ട് വേറൊരു മതവും മനുഷ്യനും നന്നാവുന്നു? ഇല്ല. മനുഷ്യരെല്ലാം സ്നേഹത്തിലും വൈവിധ്യങ്ങളോടെ സൃഷ്ടിച്ചതാണ്. വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്ത അടയാളങ്ങൾ, വ്യത്യസ്ത ചിന്താധാരകൾ, വ്യത്യസ്ത രാഷ്ട്രീയം, വ്യത്യസ്ത നിറം, വ്യത്യസ്ത രൂപം, വ്യത്യസ്ത ഭാവം. പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം തുല്യരാണ്. ഈ സുനാമി 2004 വന്ന് കടൽ കരയിലേക്ക് ആഞ്ഞൊഴുകിയപ്പോൾ കുറച്ച് മതക്കാരനെ അങ്ങ് വിട്ടു, കുറച്ച് മതക്കാരനെ പിടിച്ചു. ഇല്ല, എല്ലാവരും അനുഭവിച്ചു. നമ്മളെല്ലാം ഈ ഭൂമിയിൽ അഭയാർത്ഥികളാണ്. നന്മ ചെയ്യുക, നന്മ ചിന്തിക്കുക, നല്ലത് പറയുക, കണ്ടതിൽ സന്തോഷം, പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവരൊക്കെ വീണ്ടും ഒരു 10 വർഷം കൂടി ഈ പറഞ്ഞ ഭജനയ്ക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട